ഹായ് ഗായ്സ്, കലബല പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോണി, അഞ്ജലി, ലീനു, ഡോൺ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെയധികം സമകാലിക പ്രസക്തിയുള്ള ഒരു ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കാനഡയിലെ ജോബ് മാർക്കറ്റിലെ ഇഷ്യൂസ്. ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടിയാണ് ഇപ്പം ജോബ് മാർക്കറ്റ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ജോബ് മാർക്കറ്റ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു റിസഷൻ, ഒരു ഗ്ലോബൽ എക്കണോമിക് റിസഷനൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്ട്സ്, അതിൻ്റെ ഒരു ആഫ്റ്റർ വേവ്സ് കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാനഡയിൽ എത്രമാത്രം അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, കാനഡയിലെ ഏതൊക്കെ ജോബ് സെക്ടറിലാണ് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഇവിടെ പുതിയതായിട്ട് വരുന്ന സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർക്കും, അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിൽ വരുന്നവർക്ക്, അല്ലെങ്കിൽ PR-ലൊക്കെ വരുന്നവർക്ക്, അങ്ങനെയുള്ളവരൊക്കെ ഇത് എങ്ങനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഇപ്പം നമ്മൾ ഈ 4 പേരിൽ പല സെക്ടറിലുള്ള ആൾക്കാരാണ് അല്ലേ. ഇപ്പം സ്റ്റുഡൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, നമ്മുടെ ഡോൺ സ്റ്റുഡൻ്റാണ്, ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റാണ്. ഞാനും അഞ്ജലി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിരുന്നു. നമ്മളിപ്പോൾ വർക്ക് പെർമിറ്റിലായിട്ട് നമ്മൾ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നു. അതുപോലെ ലീനു PR-ലാണ്, PR-ആയിട്ട് വന്ന ആളാണ്, ഫുൾ ടൈം ജോലി ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഡിഫറെൻറ്റ് ആൾക്കാരാണ്. അപ്പോൾ ആ ഓരോ ആൾക്കാരുടെയും ഓരോ സമൂഹത്തിലും എങ്ങനെയാണ് ഇത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പം ഡോണിന് ഇന്ന് തന്നെ തുടങ്ങാം. കാരണം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്, കാരണം കാനഡയിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് അല്ലേ. വീണ്ടും ഞാൻ തന്നെ. അതെ, എന്നും എര അല്ലേ, എന്നും എര ഡോണാണ്. അപ്പം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പം എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ്? ഞാൻ ഒരു ഫുൾ ടൈം സ്റ്റുഡൻ്റ് ആണ് ആൻഡ് പാർട്ട് ടൈം എംപ്ലോയിയും കൂടിയാണ്. സോ ഞാൻ വന്നപ്പോൾ അത്യാവശ്യം കുറച്ച് ടഫായിരുന്നു ഗെറ്റിംഗ് എ ജോബ്. എല്ലാം കുറച്ച് ഹാർഡായിരുന്നു. ബട്ട് ഇവൻച്വലി അത് ആരും നമ്മളെ സഹായിക്കാനുണ്ടാവത്തില്ല. നമ്മൾക്ക് തന്നെ കണ്ടുപിടിച്ചാലേ എല്ലാം കാര്യം നടക്കത്തുള്ളൂ. സോ അങ്ങനത്തെ ഒരു ബിലീഫിൽ കയറി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അങ്ങനെയൊക്കെ പോണു. ബട്ട് ഇറ്റ് ഈസ് ഹാർഡ്. അതെ, ചിലർക്ക് പെട്ടെന്ന് കിട്ടും. അതിനെല്ലാത്തിനും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ലക്ക് ഫാക്ടറും കൂടി ഉണ്ട്. ഇപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ അവർക്കും വന്നപ്പോൾ തന്നെ ജോലി ആയവരുണ്ട്. പിന്നെ ഞങ്ങളെല്ലാം സെയിം വന്ന ആൾക്കാരെല്ലാവരും ജോലി കിട്ടാത്ത ആൾക്കാരുണ്ട്, ഇപ്പോഴും കിട്ടാത്ത ആൾക്കാരുണ്ട്. അത് ശരിയാണ്. ഇപ്പം നമ്മൾ താമസിക്കുന്ന വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എത്രയോ പിള്ളേർ സ്റ്റുഡൻസ് ആയിട്ടുള്ള ജോലി കിട്ടാതിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പം എനിക്ക് തന്നെ ജോബ് കിട്ടിയത് ഓൾമോസ്റ്റ് ഒരു 5 months-ൻ്റെ വെയിറ്റൊക്കെ ചെയ്തിട്ടായിരുന്നു. ഞാൻ വന്നത് വിൻ്ററിലാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കുറച്ച് പ്രോബ്ലംസും അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പോയിരുന്നു. ഓക്കെ, ഇപ്പം ഈ ജോബ് ഇഷ്യൂസിന് പല കാരണങ്ങളുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ അതിന് കുറേ കാരണങ്ങളുണ്ട്. ഇപ്പം ഒരു സ്ഥലത്തേക്ക് തന്നെ ഒരുപാട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അത് ജോബ് ഇഷ്യൂ ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിലും പറഞ്ഞായിരുന്നു അതിനെക്കുറിച്ച്. ഇപ്പോൾ ആൾക്കാർ വരുന്നത് എല്ലാവരും കുറച്ച് ഈ സദേൺ പാർട്ടിലോട്ട് മാത്രമായിട്ടാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റ് പറഞ്ഞ പോലെ എൻ്റെ കോളേജും കൊണസ്റ്റോക്കിലാണ് ഞാൻ പഠിക്കുന്നത്. കിച്ചണർ ഡൗൺ ടൗൺ ക്യാമ്പസാണ്. അവിടെ തന്നെ 4 to 5 ക്യാമ്പസസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഏരിയയിലൊക്കെ വരുവാണെങ്കിൽ ഇച്ചിരി പാടായിരിക്കും. പക്ഷെ ദൂരോട്ട് പോകുന്നതനുസരിച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണം നിർബന്ധമില്ലല്ലോ. അതും ഒരു ഫാക്ടറാണ്. ദൂരെ വെച്ചാൽ നോവസ്കോഷ്യ പോലെ അങ്ങനെ ദൂരെ അത്ര ഡെവലപ്പ് അല്ലാത്തോട്ട് പോകുമ്പം ജോബ് ഓപ്പർച്യൂണിറ്റി ഫാക്ടറീസ് ഒക്കെ അവിടെ കുറവാണ്. അപ്പം അതും ജോലി അവിടെ കുറച്ചും കൂടി കൂടുതലും എനിക്ക് തോന്നുന്നത് ഈ ഹെൽത്ത് കെയർ ആയിട്ടുള്ള, കാരണം അവിടെ പിന്നെയും ഇപ്പോൾ ഓരോരോ ജോഗ്രഫിക്കലായിട്ട് നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ഹാമിൽട്ടൺ റീജിയൻ, അവിടെ മേജർലി ഓൾഡ് പോപ്പുലേഷനാണ്. ബ്രാൻഫോർഡ്, അപ്പോൾ അങ്ങനത്തെ കുറച്ച് ലൊക്കേഷൻസ് ഉണ്ട്. ആ ലൊക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ അതിനൊക്കെയാണ് കുറച്ചും കൂടി. ശരിക്കും ഇമിഗ്രൻസിനെ കൊണ്ടുവരുന്നത് ഇവിടുത്തെ പോപ്പുലേഷൻ കുറവായതുകൊണ്ട് വർക്ക് ഫോഴ്സ് കൂട്ടാനാണ് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ വരുന്ന സ്ഥലത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസും അവിടുത്തെ പോപ്പുലേഷൻ എങ്ങനെയാണ്, നമ്മുടെ പഠിച്ച കോഴ്സിന് പറ്റിയൊരു മാർക്കറ്റ് ഉള്ള പ്ലേസ് ആണോ എന്നൊക്കെ നോക്കിയാലേ നമുക്ക് കുറച്ചും കൂടി ജോബ് കിട്ടാൻ ഈസി ആയിരിക്കും. എല്ലാവരും പിന്നെ അവരുടേതായിട്ടുള്ള റിസർച്ചുകൾ മിക്ക ആൾക്കാരും ചെയ്യുന്നില്ല. അതും കൂടി കുറേ നമ്മൾ ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഇപ്പോൾ ഏജൻസികൾ പറയുന്നത് കേട്ടിട്ടായിരിക്കും മിക്കവാറും വരുന്നത്. കാരണം നമുക്ക് അതിനകത്തൊരു എക്സ്പോഷർ ഇല്ല. സോ ആ എക്സ്പോഷർ ഇപ്പോൾ ഒരാൾ പുറത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില സമയത്ത് ഡൈജസ്റ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ കാര്യം അങ്ങനെയല്ലായിരുന്നു. എൻ്റെ അടുത്ത്
പറഞ്ഞായിരുന്നു ഇന്ന കോഴ്സ് എടുത്താൽ കൊള്ളാം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇത് തന്നെ വേണം, ഇതിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ആയിരുന്നു. അപ്പോൾ അത് കിട്ടിയാൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ എന്നൊരു ഉറപ്പും ഉണ്ടായിരുന്നു. സോ അത് കിട്ടി, ഞാൻ വന്നു. അതെ. സോ ഇപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിൽ അവർക്ക് എങ്ങനെയെങ്കിലും ഇവിടെ വരണം എന്നുള്ളൊരു രീതിയിലും വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർ എന്തെങ്കിലും കോഴ്സ് എടുത്ത് കൊടുത്തങ്ങ് വിടുക. അതെ. സോ അതും ഒരു ഫാക്ടറാണ്. അതെ. അല്ല, ഇപ്പം ഞാൻ ഇപ്പം ലിനു ഇപ്പോൾ ഈ ജോഗ്രഫിയുടെ കാര്യം പറഞ്ഞപ്പം അതിൻ്റെ അകത്ത് എനിക്കൊരു ഇത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാനഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഇപ്പം ഈ ജോഗ്രഫിക്കലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിപ്പം കൊണ്ട് ഇന്ത്യയുടെ ഏകദേശം 4-5 ഇരട്ടിയുള്ള ഒരു രാജ്യം, അത്രയും വലിയൊരു രാജ്യമാണ്. പക്ഷേ ഇവിടുത്തെ മൊത്തം പോപ്പുലേഷൻ കേരളത്തിൽ ഏതാണ്ട് 3.5 കോടിയോ 4 കോടി ജനങ്ങളെങ്ങാണ്ടാണുള്ളത്. അതിനേക്കാൾ 5 കോടി ജനങ്ങളെങ്ങാണ്ടാണ് ഇവിടെ മൊത്തം ഉള്ളത്. അപ്പം ഇവിടെ പോപ്പുലേഷൻ അല്ല ഇവിടുത്തെ പ്രശ്നം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജോഗ്രഫി ഇവിടെ വളരെ വലിയൊരു പ്രശ്നമാണ്. കാരണം ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒണ്ടാരിയോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കുറേ സ്ഥലങ്ങളുണ്ട് നമുക്ക് അടുത്തടുത്തുള്ള ഒരുപാട് ടൗൺഷിപ്പുകൾ പോലെ. അതിനെ പറയുന്നുണ്ട് സദേൺ ലൈനോ, അങ്ങനെ സദേൺ ലൈൻ. പോപ്പുലേഷൻ കൂടുതലായി അതെ, അതെ, അതെ. നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഭാഗം അതാണ്. അതെ. അത് വെതർ കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കൊണ്ട്, ഇപ്പം ഈ വിന്റർ ക്ലൈമറ്റ് അതെ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ കാനഡയിൽ ഏറ്റവും കൂടുതൽ ജോബ് ഏത് സെക്ടറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ റവന്യൂ വരുന്നത് മൈനിങ്ങിലാണ്. മൈനിങ്. കാനഡയിൽ ഏറ്റവും കൂടുതൽ റവന്യൂ വരുന്നത് മൈനിങ്ങാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് മിനറൽ മൈനിങ്സ് ഉണ്ട്, അതുപോലെ നമ്മുടെ ഈ പെട്രോളിയം മൈനിങ്. അപ്പോൾ അങ്ങനെ എനർജി സെക്ടറിലൊക്കെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് കൂടുതൽ ആൾക്കാരും വരുന്നത് ഈ പ്രൊഫഷണൽ ഡിഗ്രീസ് പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നാട്ടിൽ എല്ലാവരും +2 കഴിഞ്ഞിട്ട് ഒരു പ്രൊഫഷണൽ ഡിഗ്രി, ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗ് ആണ് കൂടുതലും, അല്ലേ? എഞ്ചിനീയറിംഗിലാണ് ഒത്തിരി ആൾക്കാർ പോകുന്നത്. അതെ, engineers. ഒരു സമയത്ത് നേഴ്സിംഗ് ആയിരുന്നു, പിന്നെ അത് എഞ്ചിനീയറിംഗ് ആയി. ഇപ്പം ബാലൻസ്ഡ് ആണെന്ന് തോന്നുന്നു, ട്രെൻഡ് കുറച്ചുകൂടി ബാലൻസ്ഡ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പ്രൊഫഷണൽ ഡിഗ്രികൾ പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മളിവിടെ എന്തെങ്കിലും ഒരു ഡിപ്ലോമ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള സെക്ടറുകളിലാണ് ജോലി കുറവ്. അപ്പം ഞാനൊരു പ്രൊഫഷണൽ ഡിഗ്രി നാട്ടിൽ എഞ്ചിനീയറിംഗ് പഠിച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഇവിടെ വന്ന് സോഫ്റ്റ്വെയർ തന്നെ ജോലി ചെയ്യാനായിട്ടാണ് ഞാൻ നോക്കുന്നത്. അപ്പം ഒരുപാട് ആൾക്കാർ വരുന്നത് ആ ഒരു പാത്തിൽ കൂടിയാണ്. അപ്പോൾ അത് പക്ഷെ എപ്പോഴും നമ്മൾ പഠിച്ച ആ ഒരു ഫീൽഡിൽ തന്നെ ജോലി കിട്ടുക എന്നുള്ളത് ഇവിടെ ഒരു കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അതെ. ഇപ്പം എൻ്റെ കേസിൽ നേരത്തെ ഡോൺ പറഞ്ഞ ഒരു ലക്ക് ഫാക്ടർ ഉണ്ട്. എനിക്ക് എന്തുകൊണ്ടോ ലക്ക് കൊണ്ട് വന്ന പാടെ തന്നെ എൻ്റെ ഫീൽഡിൽ തന്നെ ജോലി കിട്ടി. പക്ഷെ എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. മെയിൻ അവർ നമ്മളിവിടെ കാനഡ വന്നു കഴിയുമ്പം ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ജോലിയും ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം. അതെ, അതെ, yeah. അപ്പം ഇവിടെ ഏത് ജോലിക്ക് ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നത് കാനഡൻ എക്സ്പീരിയൻസാണ്. അപ്പം അത് കിട്ടാൻ വേണ്ടി നമ്മൾ കിട്ടുന്ന ജോലി സ്റ്റാർട്ട് ചെയ്യും. ചിലർ ആ കിട്ടുന്ന ജോലി തന്നെ സ്റ്റിക്ക് ഓൺ ആയിട്ടങ്ങ് പോകും. പിന്നെ സ്വന്തം ഫീൽഡിലോട്ട് മാറാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ട്. അതും ഒരു ഫാക്ടർ. അതായത് നമ്മളുടെ ഫീൽഡിൽ നിന്ന്, അതായത് നമ്മളിപ്പം കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന ഒരു സെക്ടറിൽ നിന്ന് വേറൊരു സെക്ടറിലേക്ക്, നമ്മളുടെ പഠിച്ച റിലേറ്റഡ് സെക്ടറിലേക്ക് മാറുന്ന ടൈം ഉണ്ടല്ലോ. അതായത് നമ്മൾ സ്വിച്ച് ചെയ്യാൻ തീരുമാനിച്ചു, അപ്പം മറ്റേ ജോലി കളഞ്ഞു, അങ്ങനെ നിൽക്കുന്നവരും ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇവിടുത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുതലായിട്ട് കാണിക്കുന്നത്. അതായത് നമ്മൾ ഷിഫ്റ്റിങ്, ഒരുപാട് പേര് പല പ്രൊവിൻസ്, ഇപ്പം പിള്ളേരെയൊക്കെ ശ്രദ്ധിച്ചറിയാം, ഇവിടോട്ട് വന്നു, ഒണ്ടാരിയോയിൽ പഠിക്കാൻ വന്നു, അത് കഴിഞ്ഞ് PR കിട്ടാൻ എളുപ്പമാണെന്ന് പറഞ്ഞ് ഓരോരോ പ്രൊവിൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പം അവിടെ ചെന്ന് കഴിയുമ്പം ഒരു വർക്ക് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഗ്യാപ്പ് എടുക്കും. ആ ഒരു ഗ്യാപ്പിന്റെ ടൈമിൽ സർവേ നടത്തുമ്പോഴത്തേക്കിനും അൺഎംപ്ലോയ്മെന്റ് റേറ്റ് അങ്ങ് ഹൈ ആയിരിക്കും. അപ്പം അതൊക്കെ ഒരു ഫാക്ടറാണ്. പിന്നെ വേറെ നമ്മളിപ്പം എന്താ പറയുക, അതായത് അൺഎംപ്ലോയ്മെന്റ് ആണെന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ സർവേ ജസ്റ്റ് ഞാൻ റിസർച്ച് ചെയ്തപ്പോഴത്തേക്കിനും ജസ്റ്റ് ഒരു ആർട്ടിക്കിൾ അതിനകത്ത് കണ്ടതാണ്. അതായത് ഫുഡ് ആൻഡ് ബീവറേജ് ഇൻഡസ്ട്രിയിൽ 50,000 ലേബേഴ്സിന് ഷോർട്ടേജ് ആണ്. അപ്പം ഷോർട്ടേജും ഉണ്ട്, മനസ്സിലായോ? അല്ലാതെ എന്താ പറയുക, അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ വിചാരിക്കും ഒരു ജോലി പോലും കിട്ടുന്നില്ല. പക്ഷേ ഇൻഡസ്ട്രി ഓരോന്ന് നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ചില ഇൻഡസ്ട്രീസിൽ ഷോർട്ടേജ് ആണ്. അപ്പം നമ്മൾ അത് തേടിയല്ല പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, എപ്പോഴും ഡിമാൻഡ് കൂടുതൽ ഉള്ള എല്ലാവരും പോകുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ നോക്കുമ്പം ഓഫ് കോഴ്സ് അത് പിന്നെ പഠിച്ച ഡിഗ്രിയുടെ ബേസ് ചെയ്തിട്ടുള്ള ജോലിയും കൂടെ പിന്നെ വൈറ്റ് കോളർ ജോബ് തന്നെ കിട്ടണം എന്നുള്ള പോലെ നോക്കുമ്പോഴും ഒരാൾ സക്സസ് ആയെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വഴി തന്നെ കുറെ പേര് അങ്ങ് പോകും. അപ്പം അവിടെ ഉറപ്പായിട്ടും അൺഎംപ്ലോയ്മെന്റ് ആയിരിക്കും. എല്ലാവരും അത് ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ പണ്ട്, ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സോഫ്റ്റ്വെയർ നാട്ടിലെ എഞ്ചിനീയറിംഗ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഇങ്ങനെ ഒരു താല്പര്യം ഉള്ള ഒരാളല്ലായിരിക്കും. പക്ഷെ എന്നാലും നമുക്കൊരു ആസ്പിറേഷൻ വരും, ഓക്കെ ഇതൊന്നും ചെയ്ത് നോക്കിയാലോ കൊള്ളാം എന്നൊരു സംഭവം വരും.
അപ്പോൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യും. ചിലർക്ക് അങ്ങനെയാണ് ഇപ്പം വർക്കാവും, ചിലർക്ക് വർക്കൗട്ട് ആവത്തില്ല. അതെ, അതെ. അങ്ങനെയാണ് ഇപ്പം ട്രക്ക് ഡ്രൈവേഴ്സ് ഇവിടെ. അതായത് ആ, അതെ. ട്രക്കിങ്ങില് ഈ അടുത്തിടയ്ക്കാണ് ഇത്രയും ട്രെൻഡ് ആയത്. എല്ലാവരും അതിലോട്ട് പോകുന്നു. ട്രക്കിങ്ങിലേക്ക് പോയി. അപ്പം എന്താണ് അവിടെയും ഷോർട്ടേജ്. അല്ലല്ല, അതായത് അത് അവിടെ ആക്ച്വലി അങ്ങനെയല്ല കേട്ടോ. കാരണം ട്രക്കിങ്ങിൽ പണ്ടും ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. എന്നാലും ഈ ഒരു അടുത്താണ് ഇത്രയും ഒരു ആൾക്കാർ ഹൈപ്പ് വന്നത് ഹൈപ്പ് അതിന് വന്നത്. യൂത്ത് കൂടുതലായിട്ട് കൂടുതലായിട്ട് ട്രക്കിങ്ങിലേക്ക് വന്നത് ഈ ഇടയ്ക്കാണ്. അതുകൊണ്ട് തന്നെ വെയ്ജും എന്താ പറയാ കുറഞ്ഞു. പണ്ടൊക്കെ കോമ്പറ്റേറ്റീവ് അതെ $120,000 ഉണ്ടാക്കുന്നിടത്ത് ഇപ്പം 100,000 അല്ലെങ്കിൽ ഒരു $70,000 അടുത്തേ വരുന്നുള്ളൂ ആനുവൽ. അതെ, അതിപ്പോൾ ഈ ട്രക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പം എൻ്റെ ഒരു ഒരു ഫ്രണ്ടുണ്ട് ട്രക്കിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനാണ്. ഒരു കുറച്ച് പ്രായമുള്ള ഒരു 10-50 വയസ്സൊക്കെ ഉള്ളൊരു ചേട്ടനാണ്. പുള്ളി ഒരു 10-12 വർഷമായിട്ട് ട്രക്കിങ്ങിലാണ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഇപ്പം ഈ മിനിമം വേജ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ കാനഡയിൽ. അപ്പം ഒരു 4-5 വർഷം മുന്നേ ഈ മിനിമം വേജ് ഒരു $15 ആയിരുന്നു, അല്ലെങ്കിൽ ഒരു $13 ആയിരുന്നു എന്ന് കൂട്ടി. 4-5 വർഷം മുന്നേ $13 കണ്ടായിരുന്നു. ഇപ്പോഴത്തെ മിനിമം വേജ് എന്ന് പറഞ്ഞാൽ $17 അടുത്തായി, 16 പോയിന്റ് സംതിങ് ആയി അല്ലേ. അപ്പോൾ അതായത് ഒരു $3 അടുത്ത് വ്യത്യാസം വന്നിട്ടുണ്ട് ഈ മിനിമം വേജിൽ. പക്ഷേ ട്രക്കിങ്ങിൽ ഈ 10 വർഷം മുന്നേ പുള്ളി വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള ആ സെയിം റേറ്റ് തന്നെയാണ് ഇപ്പോഴും. അതെ, മൈൽസിനുള്ള ഒരു മൈലിന് ഇത്ര സെന്റ് എന്നാണ് ട്രക്കിങ്ങിലെ റേറ്റ്. അന്നത്തെ സെയിം റേറ്റ് തന്നെയാണ് ഇപ്പോഴും. അപ്പൊ അന്ന് അത് ഹൈലി പെയ്ഡ് ജോബായിരുന്നു ട്രക്കിങ്. പക്ഷെ ഇപ്പോൾ അത് അത്ര ഹൈലി പെയ്ഡല്ല. അപ്പോൾ ഈ മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ്റെ അനുസരിച്ചിട്ട് ഇതിൻ്റെ ഈ എന്താ ഇവരുടെ സാലറി കൂടുന്നില്ല. ഇത് എല്ലാ സെക്ടറിലും ഉണ്ട്. ഇത് അതിനൊരു ഫാക്ടറായിട്ട് മറ്റേ ഈ കോമ്പറ്റീറ്റേഴ്സും കൂടുന്നുണ്ടോ? അതെ, കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്. ഇപ്പം ഈ ട്രക്കിങ് സ്വന്തമായിട്ടൊരു ട്രക്കുള്ള ആൾക്ക് വരെ ഒരു ട്രക്കിംഗ് കമ്പനി തുടങ്ങാൻ പറ്റും. അപ്പം ഇവർ അങ്ങനെ തുടങ്ങുമ്പോൾ ഇവർ പെട്ടെന്ന് ബിസിനസ് കിട്ടാൻ വേണ്ടി ഇവർ റേറ്റ് കുറച്ച് പിടിക്കും. അല്ല, പുതിയതായിട്ട് ബൂം ചെയ്തു വരുന്ന ഇൻഡസ്ട്രികൾ ഇപ്പം 3-4 ട്രക്കൊക്കെ ഉള്ളവർ അവർ റേറ്റ് കുറച്ച് ഓടിക്കാൻ തുടങ്ങും. അപ്പം വലിയ കമ്പനികൾക്ക് അത് പറ്റത്തില്ല. അവർക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, ഒരുപാട് ലോൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് അത് പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ചെറിയ കമ്പനികൾ പെട്ടെന്ന് കൂണുപോലെ മുളച്ച് വരും, പക്ഷെ അത് പെട്ടെന്ന് വാടിപ്പോവുകയും ചെയ്യും. അപ്പോൾ അത് ഒരു ഇൻഡസ്ട്രിയിലെ പ്രശ്നമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇപ്പം കാനഡയിൽ ഇപ്പം നാട്ടിലെ ചരക്ക് നീക്കം ഇങ്ങനെയല്ല. നാട്ടിൽ ചരക്ക്, അതായത് ഈ പറഞ്ഞ കപ്പൽ വഴിയും അല്ല ട്രെയിൻ വഴിയാണ് കൂടുതൽ. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന്, ഇപ്പം നമ്മൾ പഞ്ചാബിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഹരിയാനയിൽ നിന്ന് അരി കൊണ്ടുവരുന്നു, കേരളത്തിലേക്ക് അരി കൊണ്ടുവരുന്നത് ട്രെയിനിലാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം നോർത്ത് അമേരിക്ക മുഴുവൻ ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം ട്രക്കിലാണ്. അപ്പം ഈ ട്രക്കിങ്ങിൽ പണ്ട് തൊട്ടേ ആളെ ആവശ്യമുണ്ട് എപ്പോഴും. ട്രക്കിംഗ് വളരെ ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള ജോബാണ്. അതുപോലെ തന്നെ നേഴ്സിംഗ് ഹൈലി ഡിമാൻഡ്, ഹെൽത്ത് കെയർ ഇൻ കോമൺ ആയിട്ട് പറഞ്ഞാൽ ഹെൽത്ത് കെയർ, പിന്നെ ടീച്ചിങ്ങിൽ ഒരുപാട് ആളെ ആവശ്യമുണ്ട്. ഈ ഹെൽത്ത് കെയറിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ കാരണം ഇപ്പം നേഴ്സുമാരാണെങ്കിലും എന്താണേലും അവരതിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഹെൽത്ത് ചലഞ്ചസ് ഉണ്ട് കുറേ. അപ്പോൾ കുറേ പേര് റിട്ടയർമെന്റ് ഏജിന് മുന്നേ തന്നെ ജോബ് നിർത്തുന്നത്. അതുകൊണ്ടാണ് ഹെൽത്ത് സെക്ടറിലൊക്കെ ഇഷ്ടംപോലെ വേക്കൻസീസ് വരുന്നത്. അതുപോലെ സ്കൂളിംഗ് ടീച്ചിങ്ങിലാണേലും ഈ ആഫ്റ്റർ കോവിഡ് കഴിഞ്ഞിട്ട് പിള്ളേരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. അപ്പം ടീച്ചേഴ്സിന് സ്ട്രെസ് കൂടുന്നുണ്ട്. അപ്പം പല ടീച്ചേഴ്സും സ്ട്രെസ് ലീവിൽ പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ടും കുറേ വേക്കൻസീസ് വരുന്നുണ്ട് അവിടെ. പിന്നെ ഒരിക്കൽ കയറി ജോലി പെർമനന്റ് ആയവര് അവരുടെ റിട്ടയർമെന്റ് ഏജ് ആയ ഒരു സമയമാണിപ്പം. അപ്പം അത് റിട്ടയർമെന്റ് ആവുന്നതുകൊണ്ടും അവിടെയും കുറച്ചും കൂടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ, ലൈക്ക് ജോബ് സെക്യൂരിറ്റിനെ കുറിച്ചുള്ളത്. അത് എന്താണ് തോന്നുന്നത് കാനഡയിലത്തെ ജോബ് സെക്യൂരിറ്റിനെ കുറിച്ച്? വളരെ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. നാട്ടിലൊക്കെ ഒരു ജോലിക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതകാലം ലൈക്ക് റിട്ടയർമെന്റ് ഏജ് വരെ നമ്മൾ വർക്ക് ചെയ്യും. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു HR-ന്റെ കാര്യം പറയുന്നത്. എന്നെ ഹയർ ചെയ്ത HR ആണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി പുള്ളിക്കാരന് മെയിൽ അയച്ചു. മെയിൽ ഡെലിവർ ആവുന്നില്ല. അപ്പം ഞാൻ അറിയാവുന്ന വേറൊരാൾക്കും കൂടെ CC വെച്ച് അയച്ചത്. അപ്പം ആ CC വെച്ച ആൾ എനിക്ക് റിപ്ലൈ തന്നു, ആ HR ഇല്ല, ബോർഡിലില്ല, പോയി. എന്തുകൊണ്ടാണെന്ന് ജോലി കളഞ്ഞ, കാരണം അത്ര ഏജ് ഉള്ള ആളല്ല. അപ്പൊ റിട്ടയർഡ് ആയി പോയതല്ല. ഇനി റിട്ടയർഡ് ആയെങ്കിലും നമുക്ക് മെയിൽ വരും ഇനി ആൾ റിട്ടയർഡ് ആയെന്ന്. ഇത് എന്തോ ഫയർ ചെയ്തതാണ്. സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഇവിടെ അതിന് പറയുന്നത് നല്ല എന്താ ഒരു വൈറ്റ് കോളർ പേര് വരെ, പാർലമെന്ററി നെയിം വരെ ഉണ്ടല്ലോ, ലേ ഓഫ് അല്ലേ, ജോലി പോവുക. നമ്മുടെ നാട്ടിൽ ഫയർ കേട്ടിട്ട് പോലും ഇല്ല. അത് ജോബ് അല്ല. അത് ഇപ്പം ഡോൺ പറഞ്ഞത് വളരെ ജോബ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം കാനഡയിലില്ല. നമുക്ക് ജോലി പോകും. ചിലപ്പോ നാളെ ചെല്ലുമ്പോഴായിരിക്കും, നാളെ ഓഫീസിൽ ചെല്ലുമ്പോഴത്തേക്കിന് നമ്മളെ വിളിപ്പിക്കും, സൂപ്പർവൈസറും മാനേജറും കൂടെ.
അൺഫോർച്ചുനേറ്റ്ലി വീട്ടിൽ പോയി ഇരുന്നോളാൻ പറയും. അത് എന്നെ പഠിപ്പിച്ച ഒരു പ്രൊഫസർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ കോളേജിൽ പഠിപ്പിച്ച ഒരു പ്രൊഫസർ പുള്ളി പറഞ്ഞു, ഇവിടെ നമുക്ക് ഈ ലേ ഓഫ് ആയി എന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സോഫ്റ്റ്വെയറിലൊക്കെ വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മളൊരു ടീമിലായിരിക്കുമല്ലോ, ഒരു ടീം. അപ്പം നമുക്ക് എല്ലാ ദിവസവും രാവിലെ ടീം മീറ്റിംഗ്സ് ഉണ്ടാവും. അപ്പം നമുക്ക് ആ ടീം മീറ്റിങ്ങിൽ ഇൻവിറ്റേഷൻ വന്നില്ല, അല്ല നമ്മൾ ആ ടീം മീറ്റിങ്ങിൽ ഇല്ലെങ്കിൽ അന്ന് നമ്മൾ ലേ ഓഫ് ആയി എന്നുള്ള ഉറപ്പായി. എനിക്കറിയാവുന്ന ഒരു ചേച്ചി പറഞ്ഞ, ചേച്ചി രാവിലെ ജോലിക്ക് ചെന്നു, ചേച്ചിക്ക് ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വെച്ച് ലോഗിൻ ചെയ്ത് കയറി. അതിനിപ്പോ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് ചേച്ചി ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ട് കയറാൻ നോക്കുമ്പോൾ ഈ ഫോബ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോഴാണ് അറിയുന്നത് ചേച്ചിയുടെ ജോലി സെക്യൂരിറ്റി ഒക്കെ വന്ന് നമ്മളെ അതെ. ചേച്ചി അങ്ങനെ പറഞ്ഞ, ശരിക്കും ആനയിച്ചോണ്ട് പോയി, ഒരുമാതിരി കുറ്റവാളി എന്തോ കുറ്റം ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുന്ന പറയത്ത് പോലും ഇല്ല നമ്മളോട്. നമുക്ക് ചോദിക്കാൻ പോലും പറ്റില്ല. അതായത് നമ്മള് ജോലിന്ന് ഇറങ്ങണമെങ്കിൽ നമ്മൾ നോട്ടീസ് പീരീഡ് ഒക്കെ കൊടുത്ത് അതൊക്കെ അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ കൊറേ ഈ സീരീസും സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ, നാട്ടിൽ നിന്നൊക്കെ കാണുമ്പോ മറ്റേ ഒരു ബോക്സിനകത്ത് സാധനമൊക്കെ അത് ശരിക്കും ഇവിടെ അങ്ങനെയാ, ഇവിടെ അങ്ങനെയാണ് ശരിക്കും. ഇഷ്ടംപോലെ സാധനം ഉണ്ടാവും. നമ്മള് നാട്ടിൽ ഇതൊന്നും കാണുന്നില്ല. നമ്മള് നാട്ടിലായിരുന്ന സമയത്ത് ഇതൊക്കെ കാണുമ്പോ ഈ ഇമാര് തന്നെ കാണിക്കുന്നത്, പിന്നെ അല്ലേ മനസ്സിലാവുന്നത്. ജോബ് സെക്യൂരിറ്റി തീരെ ഈ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ടീച്ചിങ് സെക്ടർ, അതായത് അവിടെ ഒന്നും അങ്ങനെ ഒന്നും ജോലിയൊന്നും ആരുടെയും കളയാറൊന്നുമില്ല. പക്ഷെ കാനഡയിൽ വന്നിട്ട് ഞാൻ അതും കണ്ടിട്ടുണ്ട്. ടീച്ചേഴ്സിനെ പിള്ളേർ തന്നെ ഓക്കെ ഈ ടീച്ചർ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് ലെറ്റർ എഴുതി കൊടുത്ത് ഫയർ ചെയ്യിപ്പിക്കുന്ന സിസ്റ്റം വരെ ഉണ്ട് ഇവിടെ. പിന്നെ എൻ്റെ ചേട്ടൻ പിന്നെ വേറൊരു സംഭവം കൂടി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. എംപ്ലോയി റൈറ്റ്സ് അത് ഞാൻ കേട്ടിട്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ട് ഒരു പ്രാവശ്യം. ചേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട്, എടാ നിനക്ക് ഇങ്ങനെ പോലെ നിനക്കിത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും, നിനക്കിത് ചോദിക്കാൻ പറ്റും. നമുക്ക് നാട്ടിലത് നമ്മൾ വന്ന വഴി അങ്ങനെ അല്ലായിരുന്നല്ലോ. അതെന്നാന്നറിയോ, ഇവിടെ ഈ ആൾക്കാർക്ക് കുറച്ചും കൂടി വാല്യൂ ഉണ്ട് അതിന്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ പോപ്പുലേഷൻ കുറവാണല്ലോ. അപ്പം നാട്ടിലെ പോലെ അല്ല, ഇവിടെ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ലൈഫിന് കുറച്ചും കൂടി വാല്യൂ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ എംപ്ലോയി റൈറ്റ്സ്, പിള്ളേർക്ക് റൈറ്റ്സ്, അതെ ഭയങ്കര റൈറ്റ്സ് ആണ്. അതെ, അതിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ നമ്മുടെ ഇപ്പം ഈ പിന്നെ വേറൊരു കാര്യം നമ്മൾ ഇതിനകത്ത് സംസാരിക്കുമ്പോഴേ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോഴത്തെ ഒരു ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നുണ്ട്, കാനഡയിൽ ഭയങ്കരമായ പ്രശ്നങ്ങളാണല്ലോ, ഇവിടെ വന്ന ജോലി കിട്ടുമോ, അങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതെ, അപ്പൊ അവിടെയാണ് അന്ന് ഈ തപ്പി നടന്നിട്ട് ജോലി കിട്ടാത്ത ആൾക്കാരും ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഇവിടെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ റെഫറൻസ് ഇല്ലാതെ നമുക്ക് ജോലിയിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതൊന്നും പറയില്ല. ഞാൻ ടോണി ചേട്ടൻ റെഫറൻസ് വെച്ചാൽ എനിക്ക് കിട്ടിയില്ല. എവിടെ അപ്ലൈ ചെയ്ത്? പേഴ്സണൽ ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത്. അതുകൊണ്ട് അല്ല, കാരണം ഇപ്പൊ ഒരു സ്ഥലത്ത് ജോബ് ഉണ്ടെന്ന് വേക്കൻസി ഉണ്ടെന്ന് അറിയുമ്പോൾ അവർക്ക് അറിയാവുന്നവർക്ക് തന്നെ അത് ഷെയർ ചെയ്ത് അത് അവർ തന്നെ റെഫറൻസ് വെച്ച് അത് തന്നെ അങ്ങ് ഫില്ലായി പോവുകയാണ്. അതെ. പിന്നെ അതാരാണ് ഇപ്പം നമ്മുടെ അഞ്ജലി എന്നുമ്പോൾ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇപ്പം ഫുഡ് ഇൻഡസ്ട്രിയിൽ തന്നെ 50,000-ഓളം ഷോർട്ടേജ് ഉണ്ട്. ഇത് അതെന്താണെന്നറിയോ, അതിന്റെ കുഴപ്പം ഈ ഷോർട്ടേജ് ഫില്ലപ്പ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്നുള്ളതാണല്ലോ. ഈ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ ജോലി ഉണ്ടെന്നാണല്ലോ അതിനർത്ഥം, പക്ഷെ ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ല. അപ്പൊ ഈ ജോലികൾ എവിടെയാണെന്നുള്ളത് നമ്മൾ നോക്കണം അല്ലേ. ഈ ജോലികൾ നമ്മൾ ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമിഗ്രേഷൻ മുഴുവൻ വരുന്നത് ഈ ഒണ്ടാരിയോയിലേക്കാണ്. പണ്ട് PR എടുത്ത ആൾക്കാർ എന്തോ ഒരു പേര് പറയുന്നു, എനിക്ക് എന്തോ ഒരു ലൈൻ എന്തോ പറയും, അങ്ങനെ എന്തോ ഉണ്ട്. അപ്പൊ ഈ ഒണ്ടാരിയോയിലേക്ക് ഈ ആൾക്കാരെല്ലാരും ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് തന്നെ എല്ലാവരും ജോലി ചെയ്യാൻ നോക്കുന്നു. അതായത് ഇപ്പം ഇന്ത്യയിൽ കേരളത്തിലേക്ക് എല്ലാവരും കൂടി കേരളത്തിലേക്ക് വന്നിട്ട് കേരളത്തിൽ ജോലി ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണിത്. അതെ, ഇപ്പൊ ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഇതുപോലെ വേക്കൻസി ഉള്ളത് പല പല പ്രൊവിൻസുകളിലായിട്ട് സ്പ്രെഡപ്പ് ചെയ്ത് കിടക്കുക. ആ സർവേയിൽ പറയുന്നുണ്ട്, അതായത് നോർത്ത് വെസ്റ്റേൺ കൺട്രി, നോർത്ത് വെസ്റ്റ് ടെറിട്ടറി, ആ ടെറിട്ടറീസിലൊക്കെ ഷോർട്ടേജ് ആണ് ലേബേഴ്സിന് പല പല ഇൻഡസ്ട്രീസിൽ. കാരണം എന്താ, എല്ലാരും വരുന്നത് ഇവിടെ ക്ലൈമറ്റ് വൈസ് ഒരു പ്രശ്നമുണ്ട്. പിന്നെ എല്ലാവരുടെയും ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഇവിടെ വന്നാലേ ജോലി കിട്ടുള്ളൂ, അതുകൊണ്ടാണ് വരുന്നത്. ആക്സസിബിലിറ്റീസ് ഒരുപാടുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് വിട്ട് ആൾക്കാർക്ക് പോകാൻ ഒരു മടിയുണ്ട്. ഇപ്പം ഞാൻ അതെ ക്ലൈമറ്റ്, ഇപ്പം ഞാൻ കിച്ചണർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുനിന്ന് എനിക്ക് അവിടുത്തെ പോകാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ആക്സസിബിൾ ആണ്. ഒരു ചെറിയ ടൗണിൽ എല്ലാ കാര്യങ്ങളും കിട്ടും. ഇപ്പോൾ എൻ്റെ റിലേറ്റീവ്സ് അവിടെ ഉണ്ട്, ഇഷ്ടംപോലെ മലയാളി ആൾക്കാരുണ്ട്, നമ്മുടെ കടകൾ മലയാളി കടകളുണ്ട്, ഗ്രോസറി ഷോപ്സ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ആക്സസിബിൾ ആണ്. ഇതിന് പുറത്തോട്ട് നമ്മൾ വേറെ ഒരു അല്ലെങ്കിൽ ഒണ്ടാരിയോ അല്ലെങ്കിൽ ടൊറൻറ്റോ ഈ GTA ഏരിയയിൽ നിന്ന് പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ല വേറെ ഒരു പ്രൊവിൻസിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ആക്സസിബിലിറ്റീസ് ഇല്ല. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് പീസ്ഫുള്ളും കൂടിയാണ്. അതെ, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അത്ര ഡെവലപ്പ് ആയി അങ്ങനെയല്ല, തിരക്ക് ആയി വരുന്നേ ഉള്ളൂ. കിച്ചണർ വാട്ടറിൽ KWC സിലിക്കോൺ
ഉണ്ടായിരുന്നു. സിലിക്കോൺ വാലി, Yeah, Silicon കാനഡയുടെ Valley. സിലിക്കോൺ വാലിയാണ് ആക്ച്വലി KWC. എന്താ ടെലിഫോൺ സിറ്റിയാണ് ബ്രാൻഫോർഡ്. അലക്സാണ്ടർ ഗ്രഹാംബെൽ Well, ടെലിഫോൺ കണ്ടുപിടിച്ച ആള്, അലക്സാണ്ടർ ഗ്രഹാംബെൽ ടെലിഫോൺ കണ്ടുപിടിച്ചത് അവിടെ ഇരുന്നാണ്, ബ്രാൻഫോർഡ് ഇരുന്നാ. അതെനിക്കറിയത്തില്ല. എനിക്കും അറിയില്ല. ബ്ലാക്ക്ബെറി എന്ന് പറഞ്ഞ കമ്പനി Yeah, ഉണ്ടായത് Waterloo വാട്ടർലൂ University. യൂണിവേഴ്സിറ്റി. അവരൊരു പ്രൊജക്ട് ബേസിസിൽ തുടങ്ങിയ സംഭവമായിരുന്നു. അതെ. പിന്നെ അത് അവർ ഡെവലപ്പ് ചെയ്ത് കാനഡയുടെ ഗൂഗിൾ ഹെഡ് ക്വാർട്ടേഴ്സ് ഇരിക്കുന്നത് അവിടെയാണ്, കിച്ചണറിലാണ്. അപ്പം കാനഡയുടെ ഒരു സിലിക്കൺ വാലി, നമ്മൾ അതിലേക്കല്ല പോകുന്നത്. അപ്പോൾ ഇപ്പം ഈ ജോലി ഇല്ല എന്ന് ഒത്തിരി ആൾക്കാർ, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ജോലി ഇല്ല എന്ന് പറയുന്നതിൻ്റെ അകത്തെ കാരണം ഇതാണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാനഡയിലുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വരുന്ന കോളേജുകളുടെ ഒരു ഹ്യൂമങ്കസ് പോർഷൻ, അല്ലെ ഒരു സിംഹഭാഗവും ഉള്ളത് ഒണ്ടാരിയോയിലാണ്. അതും സദേൺ ഒണ്ടാരിയോയിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പിള്ളേർ വരുന്നത് ഇവിടെ. ഒരുപാട് അതുകൊണ്ടാണ് ഇവിടെ ജോലി പ്രശ്നം മാത്രമല്ല, ഹൗസിംഗ് പ്രശ്നമുണ്ട്, അല്ലേ? ഒത്തിരി ആൾക്കാർക്ക് വീട് കിട്ടുന്നില്ല, അതുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഒരു പ്രശ്നം. ഇപ്പം ജോലിയുടെ കാര്യങ്ങൾ നമ്മൾ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ എല്ലാവരും, അതായത് ഇവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുന്നത് കൊണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ചിലപ്പോൾ 100 പേരായിരിക്കും. അതേസമയം ആ സെയിം ജോലി നമ്മൾ നോവാസ്കോഷ്യോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊവിൻസിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ജോലിക്ക് അവിടെ അപ്ലൈ ചെയ്യുന്ന ചിലപ്പോൾ 10 പേരെ കാണും. 100 പേരൊന്നുമല്ല, ഒരു ജോബ് പൊസിഷൻ തന്നെ വിത്തിൻ ഇത്രയും 1 or 2 ഇതുണ്ടല്ലോ. hours നമുക്ക് അതെ. ലിങ്ക്ഡിൻ നോക്കുമ്പോ കാണാമല്ലോ. Yeah. ഒരു 150 ഒക്കെയാണ് ആപ്ലിക്കേഷൻ, മേളിലോട്ടങ്ങ് കയറി പോവാ. അതെ. ഇപ്പോൾ 200. ചേട്ടൻ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കോളേജിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു സ്പോട്ടിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തേക്കുന്ന ഓൾമോസ്റ്റ് 1000 പേരെങ്ങാണ്ട് സ്റ്റുഡൻസ്. 1000 പേര് അപ്ലൈ ചെയ്തിരിക്കുന്നിട്ട് 100 പേരിന് മുകളിൽ എൻ്റെ റെഫറൻസ് വെച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ റെഫറൻസ് യൂസ് ചെയ്ത് 100 പേർക്ക് മുകളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ചോദിച്ച എല്ലാവർക്കും അല്ല, അത് നമ്മളവിടെ നിന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മളെ വന്ന് കാണുന്ന ആൾക്കാരെല്ലാം പേര് ചോദിച്ചിട്ട് പോകുന്നുണ്ടല്ലോ. മലയാളിയാന്ന് കാണുമ്പോൾ നമ്മുടെ മലയാളികളെല്ലാം വന്ന് പേര് ചോദിക്കും. അത് ചുമ്മാ നമ്മുടെ പേര് വെച്ച റെഫറൻസ് വെച്ചും കൊടുക്കുവാണ്. അപ്പം എൻ്റെ മാനേജറിനെ വിളിച്ചു, ഈ ടോണി ഇത്രയും ആൾക്കാരെ അറിയുമെന്ന് ചോദിച്ചു. 100 പേര് അറിയും. ഞാൻ പറഞ്ഞു, ഇത്രയും പേര് അറിയില്ല. അപ്പൊ അവർക്കും അറിയാം നമ്മുടെ. അതെ, എനിക്ക് നെയിം ടാഗ് ഉണ്ടായിരുന്നു. അപ്പൊ നെയിം ടാഗ് ചേട്ടാ അതിനെക്കുറിച്ച് ഒരു എക്സ്പീരിയൻസ് പറയാമോ? മറ്റേ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ്. കോളേജിൽ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് ആക്ച്വലി ഇത് കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. Okay. ഞാൻ കോളേജിൽ നമ്മുടെ കൊണസ്റ്റോക്ക കോളേജിൻ്റെ യൂണിയൻ ഉണ്ട്, സ്റ്റുഡൻസ് യൂണിയൻ, CSI, കൊണസ്റ്റോക്ക സ്റ്റുഡൻസ് ഇൻകോർപ്പറേറ്റഡ്. അപ്പോൾ അതിൽ ഞാൻ ഒരു 2 സെമസ്റ്റർ വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ സ്റ്റുഡൻറ്റ് ഓഫീസ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ നല്ല എക്സ്പീരിയൻസാണ്. കാരണം നമുക്ക് അതെ, കോളേജിൽ നമ്മൾ ഒരു CSIയുടെ യൂണിഫോം, കോളേജ് സ്റ്റാഫിൻ്റെ യൂണിഫോം ഇട്ട് നമുക്ക് പ്രത്യേക പ്രിവിലേജസ് ഒക്കെയാണ്. നമ്മുടെ ടാപ്പ് ചെയ്യുന്ന കാർഡൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഏത് റൂമിലും കയറാം. അപ്പോൾ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഞാൻ ഈ യൂണിഫോം ഒക്കെ ഇട്ട് ഈ കാർഡൊക്കെ ഇട്ടാൽ പോകണം, വെയിറ്റ് ഇടുന്നത്. അത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നാൾ, ഞാൻ ആദ്യം വന്നപ്പോൾ കാനഡയിലേക്ക് വന്ന സമയത്ത് എനിക്ക് ടൊറൻറ്റോയിലാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണറിലേക്ക് പോയിട്ട് എനിക്കൊരു 1-2 മാസം ജോലിയൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ജോലി കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോളേജിലെ ജോലി എന്ന് പറയുമ്പോൾ നോർമൽ പുറത്ത് ജോലി ചെയ്യുന്ന ഒരു ഇതല്ല. അവിടെ പുറത്ത് ജോലി ചെയ്യുമ്പോൾ മിനിമം വേജ് $15, കോളേജ് ജോലി ചെയ്യുമ്പോൾ $22 ആണ് ഞാൻ വർക്ക് ചെയ്തത്. ഫുൾ ടൈം ചെയ്യാം. പക്ഷേ ഫുൾ ടൈം അവേഴ്സ് നമുക്ക് തരത്തില്ലായിരുന്നു, കാരണം കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതെ. അപ്പം അവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ എക്സ്പീരിയൻസസ് ഉണ്ട്. ഇപ്പം കുറേ ആൾക്കാരുടെ കഥകൾ നമുക്ക് കേൾക്കാൻ പറ്റും. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ട് സങ്കടം പറയും, ജോലിയില്ല, പിന്നെ അല്ല അവരുടെ ഹെൽത്ത് കെയർ ഇഷ്യൂസ്, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യും. അപ്പം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ഒരുപാട് ആൾക്കാർ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുമില്ല. അപ്പം അങ്ങനെ ഒരു വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ എക്സ്പീരിയൻസസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ജോബ് വളരെ കൂളായിരുന്നു, നല്ല അടിപൊളി ജോലിയായിരുന്നു. സ്കൂള്, കോളേജ്, ജോബൊക്കെ കുറച്ച് നല്ലതാന്ന് തോന്നുന്നു. പക്ഷെ സ്ട്രെസ് ഉണ്ട് സൈഡില്. കിട്ടാൻ നല്ല പാടാ. ടോണിക്ക് എങ്ങനെയാണ് കിട്ടിയത്? അതൊന്ന് പറഞ്ഞു. എങ്ങനെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്, അടിപൊളി കഥ. അത് അറിയാൻ വയ്യാത്തവർക്ക് ഇങ്ങനെ അതെ, അതിപ്പോ മുമ്പ് ലിനു പറഞ്ഞില്ലായിരുന്നു, റെഫറൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ. എനിക്കൊരു ഞാൻ കോളേജിൽ ആദ്യം ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ കോളേജിൻ്റെ ഒരു ട്രാൻസിറ്റ് ഉണ്ട്, ഒരു ബസ്സുണ്ട്, CSIയുടെ ഒരു ബസ്. ആ ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവറുണ്ട്, പുള്ളിയുടെ പേര് ബ്രയൻ എന്നാണ്, പുള്ളിയുടെ പേര് BJ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ BJ പുള്ളിയായിട്ട് നല്ല കമ്പനിയാണ്. അപ്പോൾ പുള്ളി കോളേജിൽ നിന്ന് ഞങ്ങളെ പിക്ക് ചെയ്യും, ഞങ്ങൾക്ക് ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങാം, അവിടെ നിന്ന് കയറും. അപ്പോൾ പുള്ളിയായിട്ട് ഞാനും വേറെ ഒരാളും ഉണ്ട്, ഞങ്ങൾ ഒരുപാട് സംസാരിക്കും. അങ്ങനെ കുറേ നാളിങ്ങനെ സംസാരിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, എന്തുകൊണ്ട് കോളേജ് ട്രൈ ചെയ്ത് വിടാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓക്കെ ട്രൈ ചെയ്യാം, പക്ഷേ കിട്ടാൻ പാടല്ലേ. പുള്ളി അപ്ലൈ ചെയ്യുക, ബാക്കി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞോളൂ. ഞാൻ എന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു റെഫറൻസ് വെക്കണം, എൻ്റെ പേര് റെഫറൻസ് വെച്ചാൽ മതി, CSI സ്റ്റാഫ് ഇന്ന ആളാന്ന് പറഞ്ഞ് വെക്കാൻ പറഞ്ഞു. ഞാൻ വെച്ചു, റെഫറൻസ് വെച്ചു. നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ കിട്ടുമെന്നൊന്നും. എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഒരു മാസം കഴിഞ്ഞിട്ടും റിപ്ലൈ ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഇമെയിൽ വന്നു. എനിക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞ ഇമെയിൽ വന്നു, റിജക്റ്റ് ആയി എന്ന് പറഞ്ഞ ഇമെയിൽ വന്നു.
അപ്പം ഞാൻ ആ ബ്രയാന് ഞാൻ ടെക്സ്റ്റ് ചെയ്തു, ഞാൻ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ബ്രയാൻ എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് ഇമെയിൽ വന്നു എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു അത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. പുള്ളി എന്താണ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ചെയ്തതെന്ന് പിന്നെ ഞാൻ അറിഞ്ഞു. എന്താ ചെയ്തതെന്ന് അന്ന് എന്നോടൊന്നും പറഞ്ഞില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഇമെയിലും കൂടി വന്നു. ആഫ്റ്റർ സം കൺസിഡറേഷൻ വി ഡിസൈഡ് ടു അപ്പൊ എന്താണ് എല്ലാരും ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. കണക്ഷൻ. അത് നമ്മള് ഇവിടെ വന്നു കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യം വെച്ചാൽ എല്ലാവരോടും സംസാരിക്കണം, കൂടുതൽ റെഫറൻസ് ഉണ്ടാക്കണം. അതാണ് കാനഡിയൻ റെഫറൻസ് കിട്ടിയാൽ തന്നെ നമ്മൾ പകുതി നമ്മുടെ ജോബില് കുറച്ചും കൂടെ ഇത് കനേഡിയൻ ആയിരുന്നു. അല്ല, റെഫറൻസിന് വേണ്ടി എടുക്കുന്ന ആളെയും ചൂസ് ചെയ്യുന്ന ആളെയും കൂടെ നമ്മളൊന്ന് ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ, അതായത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 or 3 years എങ്കിലും ആ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ളവരെ ഒന്ന് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അവർക്കാണല്ലോ HR-ഉമായിട്ട് കുറച്ചുകൂടെ, അല്ലെങ്കിൽ HR-ഉം അല്ലെങ്കിൽ മാനേജറും സൂപ്പർവൈസറും ആയിട്ടൊരു കണക്ഷൻ വരുന്നത്. അപ്പൊ അവര് റെഫറൻസ് നോക്കുമ്പോഴും ഓക്കെ ഇന്ന ആളാണ് റെഫർ ചെയ്തെന്ന് അറിയുമ്പോൾ തന്നെ ഒരു ഇത് കിട്ടുമല്ലോ. ആ ഒരു ജോബിന്റെ തന്നെ ഒരു വാല്യൂ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അതെ, അത് ഈ പറഞ്ഞത് കറക്റ്റാ. പിന്നെ ഈ റെഫറൻസ് ചെയ്യുന്ന ആള് അതുപോലെ റെഫറൻസ് വർക്ക് ചെയ്യണമെന്നില്ല കേട്ടോ. അത് റെഫറൻസ് ചെയ്യുന്ന ആൾ ആ കമ്പനിയിൽ പാരവെപ്പാണെങ്കിൽ അതെ അതെ. പിന്നെ ഇതിപ്പം നമ്മളിപ്പം സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം ഈ PR ഒക്കെ ആയിട്ട് വന്നിട്ടും എനിക്കറിയാവുന്ന ഒത്തിരി ആൾക്കാരുണ്ട് നാട്ടിൽ 8-9 വർഷമൊക്കെ എക്സ്പീരിയൻസ്, IT-ലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഇവിടെ ഇതുവരെ ജോലി കിട്ടാത്തത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ജോലി കിട്ടാത്തതിൻ്റെ കാരണം മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ഓവർ ക്വാളിഫിക്കേഷൻ IT സെക്ടറിലാണ് ഞാൻ പറയുന്നത്. IT സെക്ടറിൽ തന്നെ അവർ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ല. അവിടെ ഓവർ ക്വാളിഫിക്കേഷൻ അല്ല ഇഷ്യൂ. ഇപ്പോഴത്തെ ഒരു ജോബ് മാർക്കറ്റിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പം ജോലി മൊത്തത്തിലുള്ള ഒരു കുഴപ്പമുണ്ടല്ലോ. കാരണം ഒരു ഗ്ലോബൽ റിസഷൻ വന്നിട്ട് സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ വന്ന് ഒരുപാട് കമ്പനികളിൽ അവർ ലേ ഓഫ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി കമ്പനികൾ, ഇപ്പം ഞാൻ അവരുടെ ടെലസ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയിൽ ഒരു മാസം ഏതാണ്ട് 2000 പേരെ അവർ ലേ ഓഫ് ചെയ്തായിരുന്നു. ഒരു മാസം കാനഡയിൽ 2000 പേരുടെ ജോലി ഒരു മാസം പോകാന്ന് പറഞ്ഞാൽ റോജേഴ്സ്, ഇവിടുത്തെ ഒരു വലിയ ടെസ്ലയിൽ, അതെ അതെ, ഗൂഗിളിൽ ഒത്തിരി പേരെ ലേ ഓഫ് ചെയ്തു. അങ്ങനെ ഒരുപാട് ലേ ഓഫുകളുണ്ട്. അതെ, അത് ഒരു കാര്യമുണ്ട്. അത് കമ്പനിക്ക് പ്രോഫിറ്റബിൾ അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ തട്ടിക്കളയുന്നത് എംപ്ലോയീസിനെയാണ്. കാരണം അവർക്ക് എങ്ങനെങ്കിലും എക്സ്പെൻസസ് കുറയ്ക്കണമല്ലോ. അതെ. അപ്പോൾ അങ്ങനെ ജോലി പോകുന്ന ഇപ്പം 2000 പേരെ ഫയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരിതെല്ലാം ഓക്കെ ആയിട്ട് വന്നു കഴിയുമ്പോൾ ഹയർ ചെയ്യുന്ന ചിലപ്പോൾ 500 പേരെ ഹയർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ഓൾറെഡി 2000 പേര് ജോലി പോയവർ പുറത്തിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഇവിടെ ഇമിഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുക. PR കിട്ടി വരുന്നവരുണ്ട്, ഈ സ്റ്റുഡൻറ് സ്റ്റാറ്റസിൽ നിന്ന് വർക്ക് പെർമിറ്റിലോട്ട് മൂവ് ചെയ്യുന്നവരുണ്ട്. അപ്പം 2000 ജോലി പോയി അവർ 500 പേരെ ഹയർ ചെയ്യാനായിട്ട് പോസ്റ്റിംഗ് ഇടുമ്പം ആ 2000 പേരുടെ കൂടെ ഇത്രയും പേര് കൂടി എക്സ്ട്രാ ആഡ് ഓൺ ചെയ്ത് വരും. അപ്പോൾ ഒരു മൊത്തം ഒരു 5000 പേരായിരിക്കും അപ്ലൈ ചെയ്ത് വരുന്നത്. അപ്പം ഇതൊന്ന് ബാലൻസ് ആയി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതാ ഞാൻ പറഞ്ഞത്. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കത്തില്ല ഒരിക്കലും. ഇപ്പം എപ്പോഴും റിസഷൻ വന്നു കഴിഞ്ഞാൽ എന്താണേലും ഒരു അപ്പ് ഉണ്ടാകും എക്കോണമിയിൽ. അതുപോലെ തന്നെയാണ് ഇതും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ചിലപ്പം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നല്ല സിറ്റുവേഷൻ ആകാനും മതി. അതാകും, അത് ഉറപ്പാണ്. ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്താണല്ലോ എക്കോണമി എപ്പോഴും ഫ്രണ്ടിലേക്ക് പോകുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സ്റ്റുഡൻസിന് ഇപ്പോൾ ആർക്കും ആവശ്യമില്ല വർക്ക് ചെയ്യുമ്പോൾ. എല്ലാവരും ഒരു കോട്ട് കൊടുക്കും, വർക്ക് പെർമിറ്റ് ഓർ PR ഹോൾഡേഴ്സ് എന്നുള്ളൊരു ഇതിലോട്ടും പോയിട്ടുണ്ട്. അപ്പോൾ ആർക്കും സ്റ്റുഡൻസിനെ വേണ്ട എന്നുള്ളൊരു ഇതും വരുന്നുണ്ട് ഇപ്പോൾ. പിന്നെ വേണ്ടെന്ന് വെച്ചാൽ അവരുടെ ആ ടൈം ഷെഡ്യൂൾസ് ഒക്കെ പക്ഷെ പണ്ടും സ്റ്റുഡൻസ് ഒക്കെ അതല്ല ഡോണെ, നമ്മള് ചൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രി എവിടെയാണ് നമ്മള് വർക്ക് ചെയ്യാൻ ചൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോഴത്തെ ബേസിക് ജോബ്സിന് പോലും എല്ലാവരും ഇപ്പോൾ ഒരു പ്രയോറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് വർക്ക് പെർമിറ്റോ ഇല്ലെങ്കിൽ PR ഹോൾഡേഴ്സും കൂടിയാണ്. ഫുൾ ടൈം അവൈലബിലിറ്റി ഉള്ള ആൾക്കാരെ കിട്ടുവാണെങ്കിൽ അവർക്ക് അതിന്റെ മെയിൻ കാരണം എന്താണെന്നറിയോ? ഇപ്പൊ കുറെ പിള്ളേര് പഠിത്തം കഴിഞ്ഞ ഉടനെ പ്രൊവിൻസ് മാറുന്നുണ്ട്. അപ്പം അവർക്ക് ഈ ഓരോരുത്തരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് എപ്പോഴും മാറുന്ന അനുസരിച്ച് ട്രെയിൻ ചെയ്യിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ വർക്ക് പെർമിറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ഒരു ഉറപ്പുണ്ട്. പിന്നെ സ്റ്റുഡന്റ് പെർമിറ്റിൽ നിന്ന് വർക്ക് പെർമിറ്റ് കയറുമ്പം അതിന്റെ പേപ്പർ ഇഷ്യൂസും കുറെ നാൾ വർക്ക് ചെയ്യാതിരിക്കാം ടൈം പീരീഡ് ഉണ്ടല്ലോ. അത് 1-2 ആഴ്ച ഇപ്പൊ അത് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. 2 ആഴ്ച കൊണ്ടൊക്കെ വർക്ക് പെർമിറ്റ് കിട്ടുന്നുണ്ട്. ആ സമയത്തൊക്കെ വർക്ക് ചെയ്യാൻ പോകാൻ പറ്റിയില്ലെങ്കിൽ ആ കമ്പനിക്ക് ഒരു ഷോർട്ടേജ് വരുമല്ലേ. അതുകൊണ്ട് അവർ ആ റിസ്ക് എടുക്കുന്നില്ലായിരിക്കും. അതായിരിക്കാം.
പിന്നെ വേറൊരു വലിയ കാരണം കൂടിയുണ്ട് കേട്ടോ. കാരണം ആൾക്കാരുടെ ഒരു മെൻറ്റാലിറ്റിയുടെ പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു കാനഡയിൽ ഒരുപാട് ഇതിൽ ജോലിക്ക് ആൾക്കാരെ ആവശ്യമുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ജനറൽ ലേബറിലാണ് ശരിക്കും പറഞ്ഞ ആൾക്കാരെ ആവശ്യമുള്ളത്. അതായത് നമുക്ക് പ്രൊഡക്ഷൻ സെക്ടറിൽ ഫാക്ടറികളിൽ ഇപ്പോൾ മീറ്റ് ഫാക്ടറി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫാക്ടറി, മെറ്റൽ ഫാക്ടറി അങ്ങനെയുള്ള ഇതിലൊക്കെ ഹൈലി പെയ്ഡ്. ഇപ്പം വെൽഡിങ് ചെയ്യുന്ന ഒരാൾക്ക് ഇവിടെ കിട്ടുന്ന സാലറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിലുള്ളവരോട് പറഞ്ഞാൽ അത് വിശ്വസിക്കത്തില്ല. നാട്ടിൽ വെൽഡിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഭയങ്കര ലോ ക്ലാസ് ജോലിയാണ്. അല്ല, ഇലക്ട്രീഷ്യൻ, പ്ലംബർ എന്നൊക്കെ പറഞ്ഞാൽ നാട്ടിലെന്താ ഒരു ഇലക്ട്രീഷ്യൻ നമ്മുടെ ഒരു ലൈറ്റ് മാറാൻ നാട്ടിലുണ്ടോ ഇപ്പൊ കാശ് അത്യാവശ്യം നന്നായിട്ട്? ഇലക്ട്രീഷ്യനും പ്ലംബറിനൊക്കെ ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഉണ്ട്. സ്വന്തമായിട്ട് ഇപ്പൊ വർക്ക് ഒരു ചെയ്യുന്ന വീടൊക്കെ ഒരു full പണി ഒരു- പണി ചെയ്യുന്ന ഇവിടുത്തെ പണി പോലെ പ്ലംബറിന് ഇരിക്കും. ഇവിടുത്തെ പ്ലംബറിന് എത്രയാ 45 അത് ഒരു തവണ വന്നൊരു ലൈറ്റ് മാറിയിടുന്നതിന് $45. Very ആ, expensive അതൊക്കെ ഇത്. ആ. അതെ. എന്താ അരമണിക്കൂറിന്റെ പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ശരിയാ. $45. അതായത് ഒരു IT വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു അവർലി പേ കിട്ടുന്ന പൈസയാണ് അത്. ഞാൻ IT വർക്ക് ചെയ്യുന്ന ആളെ മോശമായിട്ടോ അല്ലെങ്കിൽ ഇതിനെ നന്നായിട്ട് പറയുന്നതല്ല. ഇവിടെ കൂടുതൽ Skill jobs ആണ്. സ്കിൽഡ് Skilled ജോബ്സിനാണ്. jobs ആണ്. അപ്പൊ നമ്മളാ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ ഒരു കുഴപ്പമാണ്. നമുക്കൊരു ഒരു ഒരു അപകർഷതാബോധം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. പക്ഷെ ഇവിടുത്തെ അത് മാത്രമല്ലല്ലോ, സ്കിൽ ജോബ് ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഇവിടെ അതിന് സർട്ടിഫിക്കേഷൻ അതെ അതെ എല്ലാ അതെ. സാധനവും അത് വേണ്ടേ. വേണം. ചുമ്മാ നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ. അതെല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ബുദ്ധിമുട്ടാണ്. അതെ. ഇവിടെ എല്ലാ സെയിം ഫീൽഡ് ജോലി ഇട്ടിട്ടുണ്ടെങ്കിൽ പല ജോലിയിലും അവരവരുടെ ഫീൽഡിന്റെ സർട്ടിഫിക്കേഷനും ഉം. കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. എനിക്ക് അറിയാവുന്ന എത്രയോ പേര് ഈ ദുബായിലും വെളിയിലൊക്കെ ആണെങ്കിലും മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ ഇലക്ട്രീഷ്യനൊക്കെ ആയിട്ട് വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ളവര് ഫാമിലി ഇപ്പം വൈഫ് ഇവിടെ പഠിക്കാൻ വന്നു, PR ആയി കഴിഞ്ഞ് ഹസ്ബൻഡിനെ എല്ലാവരെയും കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേനും അവർക്ക് സർട്ടിഫിക്കേഷൻ എഴുതിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഇവിടെ. ബുദ്ധിമുട്ട്. ഇച്ചിരി എക്സ്പെൻസീവും ആണ്, ചിലപ്പോൾ കിട്ടണം എന്നില്ല സർട്ടിഫിക്കേഷൻ അതും എഴുതി. അത്രയും നല്ല അപ്പം എക്സ്പീരിയൻസ് ജോലി ഒക്കെ ആയിട്ട് ചെയ്യാൻ വരുന്നത്. പറ്റില്ല. എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഇത്രയും അല്ല, വർഷത്തെ അത് ഫോറിൻ എക്സ്പീരിയൻസ് മാത്രമല്ല, കാനഡിയൻ എക്സ്പീരിയൻസും വേണം. എക്സ്പീരിയൻസ് ഇവിടെ വേണം. അപ്പറൻറ്റൈസ് ആയിട്ട് കയറി വെച്ചിട്ട് നമുക്ക് വേറെ ലൈസൻസ് ഒക്കെ എടുത്ത് ചെയ്യാൻ പറ്റും. ലൈസൻസിങ് ഒരു അതെ. പ്രശ്നം തന്നെയാണ്. എല്ലാത്തിലും ലൈസൻസിങ് വേണം. വേണം. അതെ അതെ, എല്ലാത്തിനും ലൈസൻസിങ് വേണം. സർട്ടിഫിക്കേഷൻസ് ഒക്കെ എല്ലാത്തിനും പെർമനന്റ് വേണം. ആവണം, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ജോബിൽ കിട്ടണമെങ്കിൽ ലൈസൻസ് ഉണ്ടെങ്കിൽ അതെ. കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. എന്നാലും 100% നമുക്ക് സെക്യൂർ ലൈക്ക് എന്താ പറയാ 100% security ഇല്ല. ജോബ് സെക്യൂരിറ്റി ഇല്ല, പറയാൻ പറ്റില്ല. Security കാരണം ഇല്ല. എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് ഒരാളെ പരിചയപ്പെട്ടായിരുന്നു. അപ്പൊ പുള്ളി കുറെ വർഷങ്ങളായിട്ട് ഒരു കമ്പനി തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. പുള്ളിക്ക് അത്യാവശ്യമായിട്ടൊന്ന് നാട്ടിലേക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യത്തിന് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കിനും ജോലിയില്ല. ഉം. അപ്പം പുള്ളിയുടെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പുള്ളി എന്നോട് പറഞ്ഞതാ, നമ്മള് എന്താ ജോബിനെയാ സ്നേഹിക്കണ്ടേ, അല്ലാതെ കമ്പനിയെ സ്നേഹിക്കരുത് ഒരുപാടെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഒരു ഉം. കാര്യമാണ്. അതെ അതെ, അത് ചെയ്യുന്ന ശരിയാ. ജോബിനെ സ്നേഹിച്ചോ കുഴപ്പമില്ല, കമ്പനി ഒരുപാട് ട്രസ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ Trust എപ്പോഴെങ്കിലും ചെയ്യാൻ ഒരു പറ്റത്തില്ല. അതെ കറക്റ്റാണ് പണി അല്ലേ, അത് ശരിയാ. കാരണം ഇവിടെ അങ്ങനെ ഒരു ഗ്യാരണ്ടി, ജോബ് ഗ്യാരണ്ടി എന്ന് പറയുന്ന കാര്യം ഇല്ല. അത് അങ്ങനെ അത് ലേ ഓഫ് എപ്പോഴും എപ്പോൾ വേണേലും ഒരു വരാം. സെക്കൻഡ് ഒരു പ്ലാൻ ബി കൂടെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഈ ജോലി പ്ലാൻ പോയി ബിയും പ്ലാൻ കഴിഞ്ഞാൽ സിയും ഒക്കെ വേണ്ടി വരും ഇപ്പൊ. ഒക്കെ വേണ്ടി വരും. ഇപ്പം അതെ, അതെ. ഇപ്പൊ ഒരു ജോലി ഉള്ള ഒരാൾക്ക് ജോലി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാൻ ഭയങ്കര പാടാണ്. പാടാണ്. അത് അതെ, അത് അത്രയും എക്സ്പീരിയൻസ് ഉള്ള കനേഡിയൻ എക്സ്പീരിയൻസ് ഉള്ള ഒരാള് പറഞ്ഞതാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2, 3, 4, 5 ലൈക്ക് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 1 month എബോ ആയി ഉം. ട്രൈ ചെയ്തോണ്ടിരിക്കുക, അപ്ലൈ ഇരിക്കുക. ചെയ്യുന്നുണ്ട്. അതെ. പക്ഷെ ഒന്നില്ലെങ്കിൽ എന്താ പറയാ റെസ്യൂമെ റിജക്ട് ചെയ്യാണ്. ഉം. ഉം, ഉം. ഇപ്പൊ വിളിച്ചാൽ തന്നെ സാലറി കുറവായിരിക്കും. അതെ. കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ റീസൺസ് ഇങ്ങനെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് വരുമ്പോഴേ ഇതിൻ്റെയൊക്കെ ഒരു റൂട്ട് കോസ് ഉണ്ട്. ഒരു റൂട്ട് കോസ് അനാലിസിസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാനഡയിലെ ഇമിഗ്രേഷൻ സിസ്റ്റത്തിൻ്റെ കുഴപ്പമായത് മുഴുവൻ. ഉം. അപ്പം നമുക്ക് ടാർഗറ്റഡ് ഇമിഗ്രേഷൻ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഓരോരോ സെക്ടറുകളിൽ ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ സെക്ടറുകളിലേക്ക് വേണ്ട ആൾക്കാരെ അങ്ങനെ അവർ ടാർഗറ്റ് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവന്നായിരുന്നു, കൊണ്ടുവരണം. ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവരുന്നാ കൊണ്ടുവന്നായിരുന്നു. ഇപ്പം മതിയായിരുന്നു. പ്രശ്നമില്ലായിരുന്നു. അതെ, അതെ എല്ലാവരെയും കൂടെ ഇപ്പൊ ജോബ് കൊണ്ടുവന്നിട്ട് ആയിട്ട് വരുന്ന രീതിയിലല്ലേ അതെ. സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവര് അങ്ങനെ ഫിൽറ്റർ ചെയ്യാം. അല്ല, അതാ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നത് ഇവർക്കൊരു ഇത് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് കോളേജുകൾ തുടങ്ങിയ പോലെ ഇവിടെയും അങ്ങനെ തുടങ്ങാനുള്ള ഒരു ഇത് വന്നു. ഭയങ്കരമായിട്ട് ഒരുപാട് കോളേജുകൾ വന്നു. അപ്പോൾ ഇവർക്കൊക്കെ ഇഷ്ടംപോലെ കോഴ്സസും വന്നു. അപ്പോൾ ഈ കോഴ്സിലേക്കൊക്കെ ആൾക്കാരെ ഫില്ല് ചെയ്യണം. അങ്ങനെ ഫില്ല് ചെയ്യണമെങ്കിൽ അതിന് കാനഡയിലുള്ള ആൾക്കാർ പോകത്തില്ല. പിന്നെ ഇവർക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ കൊണ്ടുവരുമ്പം കാനഡ ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല അതിൽ. ഉം. ഇവിടെ ആൾക്കാർ കൂടുന്നു, പോപ്പുലേഷൻ കൂടുന്നു, അവർക്കുള്ള ഹൗസിങ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യണം, ഈ അവർക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യണം, ഫുഡ് പ്രൊവൈഡ് ചെയ്യണം. ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ കുറേ ഉത്തരവാദിത്തങ്ങളാണ്. എല്ലാം ഡയറക്റ്റ് ഗവൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നതല്ലെങ്കിലും ഇൻഡയറക്റ്റ്ലി ആണല്ലോ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ ഈ ഗവൺമെൻറ്റുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അവർ ആൾക്കാരുടെ എന്താ പറയുക, നമ്മുടെ പോപ്പുലേഷൻ്റെ ടാക്സ് മണി വെച്ചിട്ടാണ് ഗവൺമെൻറ്റ്സ് വർക്ക് ചെയ്യുന്നത്. ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ നിന്ന് ഗവൺമെൻറ്റ്സിന് ടാക്സ് കിട്ടുന്നില്ല. കാരണം
ഫീസിൽ നിന്ന് ചെറിയൊരു ടാക്സ് അവർ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ടാക്സ് സ്റ്റഡി ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞ് നമുക്ക് തിരിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ സ്റ്റുഡൻസ് 20 അവർ വർക്ക് ചെയ്യുമ്പോൾ കാനഡയിലെ ഒരു ബേസിക് റൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇയർലി അപ് ടു $15,000 നമുക്ക് ടാക്സ് ഇല്ല, ഇൻകം ടാക്സ് ഇല്ല ഇയർലി. അപ്പം ഒരു സ്റ്റുഡൻസിന് ഇവിടെ 20 അവറാണ് ലീഗലി വർക്ക് ചെയ്യാൻ പറ്റുന്നത് ആണല്ലോ. മിനിമം വേജ് വെച്ച് നമ്മൾ 20 അവർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു വർഷം അവന് കിട്ടുന്നത്, ഒരു സ്റ്റുഡൻ്റായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് കിട്ടുന്നത് ഏറെക്കുറെ $15,000. അതായത് അവർ സ്റ്റുഡൻസ് ടാക്സ് പേ ചെയ്യുന്നില്ല. അപ്പോൾ ഗവൺമെൻറ്റിന് ഈ സ്റ്റുഡൻസിനെ ഒന്നും കിട്ടുന്നില്ല. ഇനി ഒരു വർഷം കാനഡയിലേക്ക് വരുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 3 ലക്ഷം 4 ലക്ഷം സ്റ്റുഡൻസാണ്. പിന്നെ അതിന് മുകളിൽ റെഫ്യൂജീസിന് വരുമ്പം ഗവൺമെൻറ് അങ്ങോട്ട് കാശ് കൊടുക്കുന്നുണ്ട്. കാരണം അവരിവിടെ വന്ന് അവർക്ക് സെറ്റിലാക്കാനാവാനായിട്ട് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇവിടുത്തെ എക്കോണമി ഈ ഒരു ലാസ്റ്റ് 2-3 വർഷം കൊണ്ട് ഇത് മൊത്തം ഇങ്ങനെ ഇതുപോലെ സ്റ്റുഡൻസും റെഫ്യൂജീസും വന്നു കഴിഞ്ഞിട്ടാണ് ഈ എക്കോണമി മാർക്കറ്റ് മുഴുവൻ തകർന്നു പോയത്. അപ്പോൾ ഇതുപോലെ ഈ പ്രശ്നങ്ങൾ വന്നതും ഗവൺമെൻറ്റിൻ്റെ കാശില്ലാതെ വന്നു, കമ്പനികൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നു, മാർക്കറ്റിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരും അല്ലാത്ത ആൾക്കാരും ഒത്തിരി ആൾക്കാർ വരാൻ തുടങ്ങി. പിന്നെ ചില ജോലികൾക്ക് ഈ എന്താ പറയുക, ചില കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ അതിനെ അങ്ങ് അടിച്ചമർത്തി വെച്ചിട്ടുണ്ട്. നമുക്കത് പേരെടുത്ത് പറയാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ ചില കമ്മ്യൂണിറ്റികൾ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം കാനഡയിലുള്ള ആൾക്കാർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ചില ജനറൽ ലേബറുകളിൽ ചില വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ ജോലി കൊടുക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ മാനേജ്മെന്റിൽ ഇരിക്കുന്ന ആ കമ്പനിയുടെ മാനേജ്മെന്റ് അല്ല, എല്ലായിടത്തും തന്നെ ആ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. പക്ഷേ അതൊരു എന്താ പറയാ, അതൊരു കൾച്ചറൽ ഇതാണത്. ആക്ച്വലി എല്ലാ ജോലിയിലും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ചില ജോലികളിൽ മെയിനായിട്ട് ബേസിക് ജോബ്സിനാണ് ഉള്ളത് ആക്ച്വലി. കാരണം ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഫാസ്റ്റ് ഫുഡ് ചെയിൻ ഒരു കമ്പനി, നമുക്കൊരു KFC എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാനേജറാണ് അവിടെ തീരുമാനിക്കുന്നത് അവരെ ആരെ ഹയർ ചെയ്യണമെന്ന്. അതിൻ്റെ ഹയർ അതോറിറ്റീസ് അല്ല തീരുമാനിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ജോലികൾക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ സ്റ്റുഡൻസ് ആണ്. അപ്പം ഈ മാനേജ്മെന്റിൽ ഇരിക്കുന്ന മാനേജറായിട്ടിരിക്കുന്ന ആള് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ആണെങ്കിൽ അവരുടെ ആൾക്കാർ, ഞാനത് വിസിബിളി നമ്മൾ കണ്ടിട്ടുണ്ട് പല സൈഡിൽ. ഞാനത് പേരെടുത്ത് നമുക്കൊരു ഹയർ ചെയ്യാൻ ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്നവരെ പണ്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പറയായിരുന്നു, ഇങ്ങനെ റെസ്യൂമെ കൊണ്ട് കൊടുക്കുമ്പോ എടുത്തു വെച്ച ചിലപ്പോ കപ്പലിന്റെ ഒക്കെ പോയി അതിനകത്ത് തന്നെ തിരിച്ചു കിട്ടും എപ്പോഴും പറയുന്നത്. അല്ല, അപ്പൊ ടോണി പറഞ്ഞത് ശരിയാണ്. അപ്പം ഈ ഒരു കാര്യം കൊണ്ടാണ് എക്കോണമി ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ കാരണം. അതിനനുസരിച്ച് ഇപ്പോൾ ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതിനനുസരിച്ച് ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി എല്ലാത്തിനും. അപ്പോൾ ഈ ബിസിനസ് സ്ഥാപനങ്ങൾക്ക്, കമ്പനീസിന് എന്താ പറയുക, അതൊരു എക്സ്പെൻസ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നത്. അതിനനുസരിച്ച് അവരെന്താ ചെയ്യുന്നത്, അവരുടെ മേളിൽ ആ ഒരു വെയിറ്റ് വരുമ്പോഴത്തേക്കിനും അവർ എംപ്ലോയീസിനെ ലേ ഓഫ് ചെയ്യും. ഒഴിവാക്കാൻ പറ്റാത്ത പോസ്റ്റുകൾ മാത്രമാക്കും അവർ. അങ്ങനെ വരുന്നുണ്ട് അൺഎംപ്ലോയ്മെന്റ്. ഒത്തിരി ആൾക്കാരെ ഫയർ ചെയ്യുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഒരുപാട് ചെറിയ കമ്പനികൾ പൂട്ടി പോകുന്നുണ്ട്. ബാങ്ക്രപ്റ്റ് ആയിട്ട് അവർ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകുന്നുണ്ട്. അതെ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇവരുടെ ഓഫീസസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എക്സ്പെൻസസ് അവരുടെ റവന്യൂവിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് വരുമ്പം ഒബിയസ്ലി കമ്പനികൾ നഷ്ടത്തിൽ വരുന്നു. ഇപ്പം നമ്മുടെ അടുത്ത് തന്നെ ബ്രാൻഡ്ഫോർഡ് ഒരു കമ്പനി, ഒരു മീറ്റ് ഫാക്ടറി പൂട്ടിപ്പോയിട്ടുണ്ട് ഇപ്പോൾ ഈ ഇടയ്ക്ക്, മേപ്പിള്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ജോലി പോകുന്നുണ്ട്. അപ്പം കാനഡയിൽ ബേസിക്കലി ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് ഇഷ്യൂസ് ഉള്ളത് ഒരു പരിധി വരെ ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ വരുത്തിയിരിക്കുന്ന ജോബ് ഇഷ്യൂസാണ്. പിന്നെ ഇവിടുത്തെ ഇമിഗ്രേഷൻ ആൾക്കാർ കുറച്ചും കൂടി റിസർച്ച് ചെയ്ത് കമ്പനി പൂട്ടി പോകുന്നതിനനുസരിച്ച് പുതിയത് തുടങ്ങിയും വരുന്നുണ്ട്. അത് വേറൊരു സൈഡാണ്. അതുകൊണ്ട് പിന്നെ ആൾക്കാർ കുറച്ചും കൂടി ഒന്ന് റിസർച്ച് ചെയ്യണം അല്ലേ. നമ്മൾ വരുന്ന സ്ഥലത്തെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒന്ന് റിസർച്ച് ചെയ്ത് വരുന്നത് വളരെ എളുപ്പം. അവർക്ക് കുറച്ചും കൂടെ ഈസി ആവും ജോബ് കണ്ടുപിടിക്കാനും. അവിടുത്തെ ആ മാർക്കറ്റ് ഇല്ലെങ്കിൽ അവർക്ക് നെക്സ്റ്റ് സ്ഥലം ചൂസ് ചെയ്യാമല്ലോ. ഇപ്പം നമ്മളുടെ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആരോ ഒരാൾ അവരുടെ ഫ്രണ്ടിനെ ഇങ്ങനെ ടാഗ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടോടാന്ന് പറഞ്ഞിട്ട് അവനെ അയച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തില്ല. നമ്മളതിനകത്ത് കിച്ചണർ കുറച്ച് അത് സംസാരിക്കുന്നുണ്ട്. മേ ബി കണ്ടോ കിച്ചണിൽ ഇതാണ് അവസ്ഥ എന്നുള്ള പറയുന്ന ഒരു അവസ്ഥ ഇത് കണ്ടായിരുന്നു. അപ്പോൾ അതേപോലത്തെ സിമിലർ ആയിട്ടുള്ള ലൊക്കേഷൻസ് ഒക്കെ ഏതൊക്കെ ആയിരിക്കും? അപ്പം പിന്നെ എല്ലാവർക്കും കുറച്ചും കൂടി ഒരു ഈസി ആയിരിക്കും. ഇപ്പോൾ സ്കാബ്രോ,
അങ്ങനെ ബീച്ചിലൊക്കെ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. ഇപ്പം നമുക്കിപ്പോൾ അറിയാവുന്ന ഒണ്ടാരിയോയിലെ കുറച്ച് ലൊക്കേഷൻസ് ആണ് നമുക്കറിയാവുന്നത്. ഇപ്പം കിച്ചണർ, അവിടെ കോളേജും യൂണിവേഴ്സിറ്റികളും ഉണ്ട്. സ്കാർബറോ, ലണ്ടൻ അല്ലേ, ഓഷവ, ബ്രാംപ്ടൺ. ഓഷോയിൽ ഒരു ക്യാമ്പസ് അല്ലേ ഉള്ളൂ. സ്കാർബറോയിലുണ്ടല്ലോ ഈ ഒരു ആ, ഏരിയ ഈ ഒരു അല്ലേ, area ഒരു ആണ്. ഏരിയ. GTA എനിക്ക് തോന്നുന്നു ഒരു 500 കിലോമീറ്റർ റേഡിയസിലുള്ള കുറച്ച് ഏരിയാസ് അല്ലേ. ഈ സ്കാർബറോ ഒരു മിഡ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ പോയിന്റ് എടുത്തു ആ ഒരു കഴിഞ്ഞാൽ 500 കിലോമീറ്റർ റേഡിയസിലുള്ള ആ. കുറേ ഏരിയാസ് ആണ് കൂടുതൽ. പിന്നെ ഇതിന് പുറത്തുണ്ട് കേട്ടോ, നോവാസ്കോഷ്യയിലൊക്കെ ചെന്ന് സിഡ്നി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കോളേജസ് ഉണ്ട്. സിഡ്നി കോളേജ് അഞ്ജലി അവിടെയല്ലായിരുന്നു പഠിച്ചത്. അല്ല ഞാൻ സാർണിയ സാറിന് സാറിന് സിഡ്നിയിൽ അവിടെ അങ്ങനെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. കേപ്പ് ടൗൺ യൂണിവേഴ്സിറ്റി ആണെന്ന് സിഡ്നിയിലുള്ള. അങ്ങനെ പുറത്തുള്ള കുറേ സ്ഥലങ്ങളുണ്ട് മലയാളികൾ പഠിക്കുന്ന സ്ഥലങ്ങൾ. നമുക്ക് അങ്ങനെയുള്ള മലയാളികൾ പഠിക്കുന്ന സ്ഥലങ്ങളെ അറിയത്തുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ ഹെൽത്ത് സെക്ടറിലൊക്കെ ആണെങ്കിലും പല പല പ്രൊവിൻസസിൽ ഉണ്ട്. പിന്നെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നമുക്കെന്താ പറയുന്നത് കുറച്ചുകൂടി ആൾക്കാർ കുറവായിരിക്കും അവിടെ. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ കുറവായിരിക്കും. സൗകര്യം യാ കുറവായിരിക്കും. പക്ഷേ ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്കൊക്കെ എത്തിപ്പെടുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് പുറത്ത് പോയപ്പോൾ ഞാൻ 2 പിള്ളേരെ കണ്ടു. ചെറിയ പിള്ളേരാ. അവന്മാര് ഞാൻ സംസാരിച്ചൊക്കെ ഇങ്ങനെ ചെന്നു. ഞാൻ വിചാരിച്ചു, ഈ സ്ലാങ് എവിടെ വെച്ച് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ചോദിച്ചു ഇന്ത്യയിൽ എവിടെയാന്ന് ചോദിച്ചു. കേരളത്തിൽ നിന്ന് വന്നു. ഞാൻ പറഞ്ഞു അടിപൊളി കൈ കൊടുന്ന് പറഞ്ഞു. ചെറിയ പിള്ളേരാ. എല്ലാവരും ഇപ്പോൾ കുറേ സ്ഥലത്തോട്ട് വൈഡ് സ്പ്രെഡ് ആവുന്നുണ്ട്. ഉണ്ട്. അല്ല അതിവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഒത്തിരി ആൾക്കാർ പോകുന്നുണ്ട്. ഈ +2 കഴിഞ്ഞ് വരുന്ന പിള്ളേർക്കൊക്കെ ഇവിടെ പെർമനൻ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ജോലി കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട്, PR കിട്ടാനുള്ള പാട്, അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ഒത്തിരി വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പം ഇവിടെ നമുക്ക് കാനഡയിൽ ഒണ്ടാരിയോയിൽ ഒരു KFCയിലോ അല്ലെങ്കിൽ ഒരു ടിം ഹോട്ടൽസിലോ ഒരു മാനേജറായിട്ട് നിന്ന് കഴിഞ്ഞാൽ PR കിട്ടത്തില്ല. പക്ഷേ ഈ സെയിം ജോലി വേറെ യൂക്കോണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊവിൻസിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഇമ്മീഡിയറ്റ് PR കിട്ടും. പറയുന്ന കേട്ടായിരുന്നു. അതായത് തണ്ടർ ബേയില് അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നേ ഇല്ല എന്നിങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞായിരുന്നു അവിടെയൊക്കെ വേക്കൻസീസ് ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ. തണ്ടർ ബേയിലൊക്കെ എനിക്കൊന്ന് കുറച്ച് പൈലറ്റ് പ്രോഗ്രാംസും ഉണ്ടല്ലോ. തണ്ടർ ബേ, സൂസൻ മേരി ഒക്കെ സോസൻ മേരി ലൈക്ക് അവർക്ക് ആവശ്യമുണ്ട് എംപ്ലോയീസിനെ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പൈലറ്റ് പ്രോഗ്രാം. AIP അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാമാണ്. മറ്റേ ഈ RNIP ഇവിടെ അങ്ങനെ കുറേ കുറേ ഓരോരോ programs പ്രൊവിൻസസിൻ്റെ പ്രോഗ്രാംസ് ഉണ്ട്. AIP അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം അത് അറ്റ്ലാന്റിക് പ്രൊവിൻസുകൾക്ക്. അത് നോവാസ്കോഷ്യ, പിന്നെ അങ്ങനെ 4 പ്രൊവിൻസാണ്. ഇപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സും മറ്റേ നോവാസ്കോഷ്യ ട്രെൻഡിലോട്ട് പോയായിരുന്നു. അവര് പറയുന്നത് ആൽബർട്ട ഉണ്ട്. അവര് ഇവിടെ വെയർ ഹൗസിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇവിടുന്ന് PR കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ 6 മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ PR കിട്ടും പറഞ്ഞിട്ട് പോയ ആൾക്കാർ. പക്ഷെ അവിടെ പഠിക്കണം തോന്നുന്നു. ഇല്ല അത് ഓരോ പുതിയ റൂള് വരും. കാരണം ഇവിടെ പഠിച്ചിട്ട് PR വേണ്ടി മാത്രം അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു ട്രെൻഡ് തുടങ്ങുമ്പോൾ റൂൾസ് ഒക്കെ ഓൾറെഡി അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അല്ല trend. അത് പുറത്തു പോകുന്ന PR എടുത്തിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പൊ പുതിയ റൂൾസ് അവര് ചില എന്തായാലും പ്രൊവിൻസുകളിൽ അവരങ്ങനെ റൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ പോയി PR എടുത്ത് നമ്മൾ കുറച്ച് നാൾ അവിടെ നിൽക്കണം എന്ന റൂളുണ്ട്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്തോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അതുപോലെ പ്രൊഫഷണൽ ലൈസൻസ് കിട്ടാൻ വേണ്ടി കുറച്ചും കൂടെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ എളുപ്പമാന്ന് പറഞ്ഞാൽ അവിടുത്തെ ലൈസൻസ് എടുത്തിട്ട് അവരിങ്ങോട്ട് ഇപ്പൊ ടൊറന്റോയിലോട്ടൊക്കെ മാറ്റുന്നവരുണ്ട്. പക്ഷെ അവർക്ക് എനിക്ക് തോന്നുന്നു അവിടെ ഇത്ര നാള് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. അതെ. അപ്പം അങ്ങനെ നമ്മൾ ഈ ജോബ് ഇഷ്യൂസിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ടല്ലേ. ഇമിഗ്രേഷനെ കുറിച്ച് അധികം നമുക്കറിയില്ല. അതെ ലോയറിനെ പോയി തന്നെ അല്ല കാണണം. ഇമിഗ്രേഷൻ ഒരു ഇഷ്യൂ ആണെന്ന് നമുക്കറിയാം. അതെ ഇഷ്യൂ നമുക്കും കറക്റ്റ് ആയിട്ട് അറിയില്ല. കുറെ ഉണ്ടല്ലോ. പിന്നെ അതെ ഒത്തിരി നമ്മുടെ എക്സ്പീരിയൻസും നമ്മൾ കേട്ടിട്ടുള്ള എക്സ്പീരിയൻസും ആണ് ഇപ്പം കൂടുതലും അതെ നമുക്കറിയാവുന്ന ഒത്തിരി എക്സ്പീരിയൻസുകളാണ് നമ്മൾ വായിച്ചിട്ടുള്ളതും. ഇപ്പോഴാണെങ്കിലും വർക്ക് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വർക്ക് പെർമിറ്റ് ഒക്കെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു ഇത് നോക്കിക്കൊണ്ടിരിക്കും എല്ലാവരും ഇപ്പോൾ. അതും കാരണം അത് ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ടായിരുന്നു അതൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് അവര് ഇമിഗ്രൻസിന്റെ കാരണം ഇമിഗ്രൻസിന്റെ ആ ഒരു റേറ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ 2022 കോവിഡ് കഴിഞ്ഞിട്ട് ഭയങ്കര ബൂമായിരുന്നു. അതിനനുസരിച്ചാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അപ്പം അത് കൺട്രോൾ ചെയ്യാനാണ് പുതിയ റൂൾസ് എല്ലാം മാറ്റിയിരിക്കുന്നത്. എല്ലാവരും ആ സെയിം ടൈം പീരീഡ് ഇപ്പോഴും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ അല്ല അതിപ്പം അഞ്ജലി പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഈ ഗവൺമെന്റിന് എന്താ വൈകി ഉണ്ടായ ഒരു ബോധോദയം അത്. കാരണം ഒത്തിരി ലേറ്റ് ആയിട്ടാണ് അവർക്ക് മനസ്സിലായത്. അതുകൊണ്ട് അവർ സഡൻ സ്റ്റോപ്പാണ് പല കാര്യങ്ങളും ചെയ്തത്. ഇപ്പം ഇമിഗ്രേഷൻ സഡൻ ആയിട്ട് കുറേ സ്റ്റോപ്പ് ചെയ്തു. അത് ഓരോ പ്രൊവിൻസിനും അവർക്ക് ഡിസൈഡ് ചെയ്യാന്നുള്ള റൂളായി. അവർക്ക് ഡിസൈഡ് ചെയ്യാം എങ്ങനെ ഇമിഗ്രേഷൻസ് ചെയ്യണം എന്നുള്ളത്. അതെ അപ്പോൾ അവർ ഭയങ്കര എണ്ണം കുറച്ചു. പിന്നെ ഇവർ കാനഡയിൽ നേരത്തെ ഉണ്ടായിരുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്ക് പെർമിറ്റ് തീരാറാകുമ്പം അവർക്ക് വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് നിർത്തി.
അതായത് ഇപ്പം ഈ വർഷം വർക്ക് പെർമിറ്റ് തീരുന്നവർക്ക് 2023 വരെ തീർന്നവർക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 23-ലാണ് നിർത്തിയത്, 23 കൊണ്ട് നിർത്തി. ഇനി അങ്ങോട്ട് എക്സ്റ്റൻഷൻ ഇല്ല. അതായത് ഈ വർഷം തൊട്ട് വർക്ക് പെർമിറ്റ് തീരുന്നവർ തിരിച്ചു പോവുകയാണ്. PR കിട്ടാതെ വന്നു കഴിഞ്ഞാൽ. അങ്ങനത്തെ കുറെ പേരുണ്ട്. അതെ, ഉണ്ട്. ഒത്തിരി ആൾക്കാരുണ്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട്, തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവർ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ അത് അഫക്റ്റ് ചെയ്യുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ അത് വർക്ക് പെർമിറ്റുള്ള ആൾക്കാരെ അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനെ വർക്ക് പെർമിറ്റ് തീർന്നിട്ട് പോകുന്നവരാണെങ്കിൽ നാട്ടിൽ നിന്ന് തിരിച്ച് പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യത്തില്ലേ? അപ്ലൈ ചെയ്യാം. PR-ന് എക്സ്പ്രസ് സെന്ററിൽ അപ്ലൈ ചെയ്യാം. ഇതാണ് കേട്ടോ, അതായത് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് പോകാം. നാട്ടിലെ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് ഇവിടെ നമുക്ക് കാണിക്കാം ഇന്റർനാഷണൽ എക്സ്പീരിയൻസ്. അതെ, അങ്ങനെ ഒത്തിരി അത് കംപ്ലീറ്റ്ലി എല്ലാം കളഞ്ഞിട്ട് പോകുമെന്നല്ല, എപ്പോഴെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരാനുള്ള വെയിറ്റിംഗ് പീരീഡ് നമുക്ക് പറയാൻ waiting പറ്റത്തില്ല. period ആണ്, അത് പറയാൻ പറ്റില്ല. അതെ, അങ്ങനെ അപ്പോൾ ജോബ് ഇഷ്യൂസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ജോബ് ഇഷ്യൂസ് ഒരുപാടുണ്ട്. Depends പല on പല areas, കാരണങ്ങൾ yeah. കൊണ്ട്. അതെ, ഏരിയ ഒരു വളരെ വലിയ Sectors കാര്യമാണ്. ഉണ്ട്. അതെ, പിന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് റിസർച്ച് ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ് കുറച്ചും Main കൂടെ ആയിട്ട്. ഒരു അതെ, പിന്നെ ലക്ക് ഒരു ഫാക്ടറാണ്. നമുക്ക് നല്ലൊരു നല്ലൊരു factor. factor. റെസ്യൂമെ ഒന്ന് റീഡ് ചെയ്യണമല്ലോ സോഫ്റ്റ്വെയർ. അതെ. റെസ്യൂമെ നമ്മുടെ നാട്ടിലെ അതൊരു കാരണമുണ്ട്. നാട്ടിലെ പോലത്തെ റെസ്യൂമെ കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറെ വ്യത്യാസം വരുത്താം. ഇവിടുത്തെ ഒരു ഫോർമാറ്റ് ഒക്കെ ഫോളോ ചെയ്താലേ, അല്ലെങ്കിൽ ആദ്യം തന്നെ റിജക്ട് ചെയ്താലേ. എനിക്കൊന്ന് അതെ. ഫസ്റ്റ് ആന്ന് തോന്നുന്നു ഈ റെസ്യൂമെ ഒക്കെ റീഡ് ചെയ്ത് ആ, ക്രൈറ്റീരിയസ് ഒക്കെ അതിന് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകത്തുള്ളൂ. ആപ്ലിക്കൻസിന്റെ എണ്ണം ഭയങ്കര കൂടുതലാണ്. അത് പിന്നെ ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്തതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് എന്താ പറയാ വേർഡ്സ് ഉണ്ട്, കീവേഡ്സ് ഉണ്ട്. ഈ കീവേഡ്സ് വെച്ചിട്ടായിരിക്കും നമ്മളെല്ലാവരും നോക്കുന്നത്. അപ്പോൾ ഈ എക്സ്പീരിയൻസിന് ഓക്കെ ഇന്ന കീവേഡ്സ്. ഇപ്പൊ സെയിൽസ് അതാ ആണെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ Yeah. തന്നെ പറയുന്നുണ്ട്. അതെന്നാന്നറിയോ, അത് ATS എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം. അതൊരു ഇപ്പോൾ അത് AI ഒക്കെ ആയിട്ട് കുറേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ അതിൽ വന്നിട്ടുണ്ട്. ഈ ATS ആണ് ഈ റെസ്യൂമേഴ്സ് ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ വാല്യൂസ് ആണല്ലോ, ലോജിക്കൽ. ഇപ്പം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടർ സയൻസ് ടൈംസ് ആയി പോകും. അപ്പോൾ അത് എല്ലാം കാൽക്കുലേഷൻസ്, മനസ്സിലാവുന്ന ഭാഷയിൽ അതെ, എല്ലാം കണക്കുകളാണ്. അപ്പോൾ ഇത് ഈക്വൽ ടു ഇതാണെങ്കിൽ അത് സെലക്ട് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? അപ്പം ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് അവർ പറഞ്ഞേക്കുന്ന കുറച്ച് കീ ടേംസുമായിട്ട് നമ്മുടെ റെസ്യൂമേഴ്സ് മാച്ച് Resume മെയിലിൽ ആകും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കുക. അതെ, അതിലെ വേർഡ്സ് ഒക്കെ നമ്മുടെ റെസ്യൂമിൽ എവിടെയെങ്കിലൊക്കെ കുത്തി കയറ്റുക. അതെ, അതാണ് അവരത് mainly. ഫിൽട്ടർ അതാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് വരുള്ളൂ. ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും പിന്നെ ഇപ്പൊ എല്ലാരും ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ലിങ്ക്ഡിന്റെ ഒക്കെ പ്രീമിയം എടുക്കുക, എന്നിട്ട് ഡയറക്റ്റ് അങ്ങ് കോള് അല്ലെങ്കിൽ മെസ്സേജിങ് ഒക്കെ ചെയ്യുക. അതേ ഉള്ളു വഴി. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കമ്പനിയുടെ HR-നെ കണ്ടുപിടിക്കുക, കുത്തിയിരുന്ന് കണ്ടുപിടിച്ചോളുക. കണ്ടുപിടിച്ച് ഒരു ലീഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെസ്സേജ് ചെയ്തോളുക. റിപ്ലൈ കിട്ടിയാൽ അതെ ഭാഗ്യം. അതെ, ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് വളരെ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. അതെ. അപ്പം നമുക്ക് പയ്യെ ഇന്നത്തെ അതെ. പോഡ്കാസ്റ്റ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. സംസാരിച്ചിരുന്ന് കഴിഞ്ഞാൽ അതെ. നീണ്ടുപോകും. പോഡ്കാസ്റ്റിൻ്റെ ഒരു ഇതാണല്ലോ, നമ്മൾ ഒരുപാട് സമയം സംസാരിച്ചു. അപ്പം നമ്മൾക്ക് ഇപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജോബ് മാർക്കറ്റിൻ്റെ ഇഷ്യൂസ് കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിന്ന് കുറേ കാര്യങ്ങൾ കവർ ചെയ്തു. അതിനകത്ത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു. ഇമിഗ്രൻസ് ആയിട്ട് അല്ലാതെ വർക്ക് പെർമിറ്റിലും PR-ലും ഒക്കെ വരുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ നമ്മൾ കവർ ചെയ്തു. മെയിനായിട്ടും നന്നായിട്ട് റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. ഇവിടെയുള്ള ആൾക്കാരോട് ഡയറക്റ്റ് ചോദിക്കുക, നേരിട്ട് അറിയാവുന്ന ആൾക്കാരോട് ചോദിക്കുക. മാർക്കറ്റ് എപ്പോഴും ഫ്ലക്ച്വേറ്റിംഗ്. അതെ, പിന്നെ ഇവിടെയുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കണം. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇങ്ങോട്ട് വരരുതായതുകൊണ്ട് പറയുന്നതല്ല. അവരോട് വന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഒരു അവസ്ഥ കൂടി അവസ്ഥ പോകേണ്ടി വരും. കൊണ്ടാണ് നമ്മളിത് അതെ, പറയുന്നത്. അതെ. പക്ഷെ അവർക്ക് ആരോടും വരണ്ടാന്ന് നമ്മൾ പറയത്തില്ല. അല്ല, explore ചെയ്യാൻ. ഇപ്പൊ ഒരു ബുദ്ധിമുട്ടുണ്ട് ജോബില്, പക്ഷെ അത് still അത് മാറും. ഒരിക്കലും ഇത് എന്താ പറയാ ഇങ്ങനെ സ്റ്റാഗ്നന്റ് ആയിട്ടൊന്നും നിക്കത്തൊന്നുമില്ല. ഇത് കുറച്ച് എന്താ ഫോർ ടൈം ബീങ് എന്ന് പറയാം. Yeah. ഒരു നമുക്ക് കയറ്റവും ഒരു ഇറക്കവും കുറച്ച് എല്ലാവർക്കും കുറച്ച് കാണുമല്ലോ. കഴിഞ്ഞ് ഇതെല്ലാം ഓക്കെ ആകും. അത് Okay ആകും. നമുക്കും അറിയാം. വെയിറ്റ് ചെയ്യണം അതെ. എന്നുള്ളൊരു ഇതാണ്. നത്തിങ് ഇസ് പെർമനന്റ് എന്നാണല്ലോ അതെ. പറഞ്ഞത്. ഓൺലി തിങ് പെർമനന്റ് ഈസ് ചേഞ്ച്. അതാണ് പെർമനന്റ് ആയിട്ടുള്ളൂ. എപ്പോഴും ഇത് മാറിക്കൊണ്ടിരിക്കും. ഒരു കുന്നുണ്ടെങ്കിൽ അതിനൊരു കുഴിയുണ്ട്. അപ്പോൾ ഇപ്പം കാനഡയിലെ എക്കോണമി ഒരു ബാഡ് ഫേസിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്ലോബൽ റിസഷൻ, എക്കണോമിക് റിസഷൻ, അങ്ങനത്തെ ഇമ്പാക്റ്റ് ഒക്കെ വന്നുകൊണ്ട് അങ്ങനെ ഒരു ബാഡ് ഫേസിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് എപ്പോഴും ഇങ്ങനെയല്ല, ഇത് മാറും. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് അന്നേരം നമ്മൾ വെയിറ്റ് ചെയ്യുക, അല്ലെ നമ്മൾ ഹോപ്പ്ഫുള്ളി അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് സ്വീകരിക്കാനുള്ള മൈൻഡ് ഓപ്പൺ ആക്കുക. ഇവിടെ Multiple നിന്നുള്ള opinions അതെ, എടുക്കുക. അതെ, മൾട്ടിപ്പിൾ ഒപ്പീനിയൻസ് എടുക്കുക പല പല ആൾക്കാരുടെ. പിന്നെ ഇപ്പം റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിൽ അവർ റിസ്ക് എടുക്കുക. കാരണം റിസ്ക് എടുക്കുന്നവർക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റത്തുള്ളൂ. റിസ്ക് എടുത്താലേ റിസ്ക് സാപ്പിടാൻ മുടിയും. അതെ, അതെ.
അങ്ങനെ അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ Wind up ഡിസ്കഷൻ ചെയ്യാം. വൈൻഡ് അപ്പ് ചെയ്യാം Yeah. അല്ലേ? ഉം. ഓൾറൈറ്റ്, ഓക്കെ. സോ ഞങ്ങൾ അടുത്ത ഒരു എപ്പിസോഡായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. വരുന്നതായിരിക്കും. അതെ. ബൈ ഫോർ നൗ. ബൈ. Bye.